അനുഗ്രഹീത പകൽ വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ പകൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവദാസന്മാർ, അനുഗ്രഹീത ദൈവമക്കൾ എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി മുതൽ നാം ഉപവാസ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലായിരിക്കുന്നുവല്ലോ. വാസ്തവമായിട്ട് ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകുവാൻ നാം ആഴമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നിശ്ചയമായി അത് നമ്മുടെ മധ്യേ വെളിപ്പെടുത്തും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദേശത്ത് ദൈവം വലിയ വിടുതലുകൾ അയക്കണം. എല്ലാറ്റിനും ദൈവം മറുപടി തരയണം. സഭയെ ദൈവം പിന്നെയും അനുഗ്രഹമായി നടത്തണം. എല്ലാ വിഷയങ്ങളും ഓർത്ത് നാം എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കണം. ഇന്ന് പകൽക്കാലം വളരെ പ്രതീക്ഷയോടെ നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മോട് ഇടപെടുവാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ ഭാരങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും വിഷയങ്ങൾ അറിയുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയിലുണ്ട്. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യ ശുശ്രൂഷയ്ക്കായി കർത്താവ് അയച്ചിരിക്കുന്ന കർത്തദാസൻ നിങ്ങൾക്ക് പരിചയമുള്ള ദൈവദാസനാണ്. ഇവിടെ മുൻപ് വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്, ഞാനത് മനസ്സിലാക്കുന്നു. അപ്പോൾ തന്നെ ഞാനിരുന്ന പല സഭകളിലും കർത്താവിൻ്റെ ദാസൻ കടന്നു വന്ന് ശുശ്രൂഷിക്കുകയും അനുഗ്രഹീത ശുശ്രൂഷകൾ ദൈവം തന്നിലൂടെ ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അനുഭവങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജിൻ, ഹല്ലേലൂയ, ഷാരോൻ ഫെലോഷിപ്പുമായുള്ള ബന്ധത്തിൽ പ്രാവശ്യമലത്തുള്ള സഭയിൽ താൻ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം അയക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സഭകളിലും കടന്നുപോയി ശക്തമായി ദൈവത്തിൻ്റെ ഹല്ലേലൂയ ശുശ്രൂഷകൾ ചെയ്ത് ദൈവം ഉപയോഗിക്കുന്ന ഒരു അനുഗ്രഹീത വിലപ്പെട്ട ദൈവദാസനാണ്. കർത്താവിൻ്റെ ദാസനെ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തുടർന്നുള്ള നിമിഷം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്തദാസനെ ശുശ്രൂഷയ്ക്കായി മുന്നോട്ട് ക്ഷണിക്കുന്നു. അനുഗ്രഹമേറിയിരിക്കുന്ന ഈ നല്ല നിമിഷത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് വീണ്ടും നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ പ്രത്യാശിക്കുന്നു. ചില മിനിറ്റുകൾ നമുക്കൊരുമിച്ച് കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് അടച്ച് ഒരു ഭാഗത്ത് ദുഃഖമായിരിക്കുന്ന അനുഭവങ്ങൾ ഈ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ ബഹുമാന്യ ദേവദാസൻ ഓർപ്പിച്ചത് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഈ പകൽ സഭ ഒന്നിച്ചുള്ള പ്രാർത്ഥനയിൽ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്തെല്ലാം ഒരു ചില മറുപടി കർത്താവ് ചെയ്തെടുക്കേണ്ടതിന് 1-2 മിനിറ്റുകൾ നമുക്ക് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാൻ, അധരങ്ങളെ ദൈവസന്നിധിയിലേക്ക് തുറന്ന് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചൊന്ന് അല്പസമയം ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സഭ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. സഭ ഒന്നിച്ചിട്ടുള്ള പ്രാർത്ഥനയ്ക്കകത്ത് മറുപടികൾ നൽകിയിട്ടുണ്ട്. സഭ ശ്രദ്ധിച്ചിട്ടുള്ള വിഷയങ്ങൾക്കകത്തെല്ലാം ദൈവത്തിൻ്റെ നീതി ചലിച്ചിട്ടുണ്ട്. അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ കാത് മന്ദമായി പോയിട്ടില്ല. ഇന്ന് പകലും പ്രവർത്തിക്കുവാനുള്ള ആമേൻ സജ്ജമായി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഈ രാവിലെ ഇതിനകത്തേക്ക് സ്വാഗതം ചെയ്തെന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമൻ ഒരുപാട് ചോദ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്ന ആമൻ ചോദ്യ മേഖലകൾക്കകത്തെല്ലാം ഇന്ന് പകൽക്കാലം മറുപടി നൽകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കരുതൽ ഇന്ന് പകൽ വെളിപ്പെട്ട് വരേണ്ടതിനായി അല്പസമയം അന്യഭാഷകളിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്കൊന്ന് ഏൽപ്പിച്ച റബധുനി ജനരഗദനിയ അഡഗബധുനി ജനരഗ ശംധനാദൽ ഖമൗഷസ്മിയാദര റാംധനെ വൈഡൽ പ്രബോധിനിയ ഷഗധുനി രഗദന അഡഗജ ലഗഡഗ ശംധരാദൽ ഖമൗഷസ്മിയാദന. ഈ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ, ഈ പകൽ സെഷൻ കഴിയുമ്പോൾ ഒരു കൊള്ള പങ്കിട്ടതുപോലെ ആമൻ ഇന്ന് പകൽക്കാലം വാരി പെറുക്കി കൂട്ടുന്ന ചില വിടുതലുകൾ ഇന്ന് പകൽ ഞങ്ങളുടെ നടുവിൽ ചെയ്തെടുക്കുക. ആത്മാവിൻ്റെ കരം ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ
യേശുവിൻ്റെ നാമത്തിൽ സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിൻ്റെ ആത്മാവിന് പലപ്പോഴും തോറ്റമ്പാടികളായി നിൽക്കുന്നവരായിട്ടല്ല. ആമേൻ. മുഴങ്കാലും അടക്കിയിട്ടുണ്ടോ ഒരു ജയാളിയായി മാറുന്ന ഒരു പ്രത്യേക അഭിഷേകത്തെ ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ കർത്താവ് കൈമാറേണ്ടതിനായി ആരോഗ്യ മേഖലകൾക്കകത്ത്, പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് ഇന്ന് പകലും വിദൂരങ്ങളിൽ ഈ മീറ്റിംഗിന് മഹത്വം വെളിപ്പെട്ടു വരത്തക്കവണ്ണം വിട്ടേച്ചു വന്ന ഭവനത്തിന്റെ ഉള്ളറകൾക്കകത്ത് പോലെ, തലമുറകൾക്കകത്ത് പോലെ ഇന്ന് പകൽ ഒരു ദൈവ പ്രവൃത്തി ആത്മാവ് ചെയ്തെടുക്കേണ്ടതിനായി ഈ ചെയറിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേല് ഇന്ന് പകൽ ഒരു അഭിഷേകത്തെ യേശുവിന്റെ നാമത്തില് ആത്മാവിന്റെ ബലത്തോടെ പ്രായാധിക്യമുണ്ടെങ്കിൽ ആമേ ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളിലൊതുക്കിയ ശിമയോൻ ആമേ ദേവാലയത്തിനകത്തേക്ക് ഓടി കയറിയതുപോലെ ഇന്ന് പകൽ ആ കാലുകൾക്ക് ബല, ആ ശരീരത്തിന് ബലം വ്യാപരിക്കാൻ കണ്ണുകൾ തുറന്ന ചില വിടുതലുകൾ കാണട്ടെ. ആ കരങ്ങൾക്കകത്ത് ആ വാഗ്ദത്തത്തെ പെറുക്കിയെടുക്കുക. ആ കരങ്ങൾക്ക് നീ ശക്തി പകരണ, ആ കണ്ണുകൾ നീ തുറക്കണ. ഈ ന്യായ പ്രമാണത്തിനകത്തുള്ള അത്ഭുതങ്ങളെ കാണേണ്ടതിന് നീ എന്റെ കണ്ണുകളെ തുറന്നുവല്ലോ. പിതാവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ അടുത്തു വരുന്നു. ഈ മിനിറ്റുകൾ കർത്താവ് ഞങ്ങളോട് ഇടപെടുന്നതിന് നന്ദി. ബഹുമാന്യ ദൈവഭക്തന്മാർക്കായി എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നീ അവിടുന്ന് വലുത് ചെയ്യും. ഞങ്ങൾ ഈ നിമിഷം വിശ്വസിക്കുകയാണ്. നിന്റെ കരം കുറുകിയിട്ടില്ല. ഞങ്ങളിവിടെ ശുശ്രൂഷിക്കുമ്പോൾ മൈലുകൾക്കപ്പുറം ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നതിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താഴ്വരയിലേക്ക് ഇറങ്ങിയത് വൃഥാവല്ല. അസ്ഥികളുടെ നടുവിലൂടെ ആത്മാവനെ ചുറ്റിയത് വൃഥാവല്ല. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾക്കകത്ത് കർത്താവേ നീ അറിയുന്നു എന്ന് പറയാൻ ഞങ്ങളുടെ ഉണങ്ങിയ അവസ്ഥകളെ ദൈവം മാറ്റണം. പെന്തക്കോസ്തൽ മാറാനാഥ ദൈവസഭ ഈ ട്രിവാൻഡ്രത്തിനകത്ത് തലയെടുപ്പോടെ എഴുന്നേൽക്കാൻ നീ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാറയെ മധുരമാക്കുന്നവൻ യേശുവിൻ്റെ നാമത്തിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണിനകത്ത് പോലും ഉറവ തുറക്കാൻ സന്നദ്ധമായിരിക്കുന്ന മഹത്വം ഈ പകൽ ഇതിനകത്ത് ചലിക്കട്ടെ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ വീണ്ടും കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനീയ ശുശ്രൂഷകൻ കർത്താവിൻ്റെ ദാസൻ, ഈ മീറ്റിംഗ് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ, അതുപോലെ തന്നെ ഞാൻ ജ്യേഷ്ഠം തുല്യം സ്നേഹിക്കുന്ന പാസ്റ്റർ ജോബിൻ, എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞാൻ ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചെയ്യുന്നു. PMG ദൈവസഭ എൻ്റെ ശുശ്രൂഷകൾക്കകത്ത് ഒരുപാട് കരുത്തും ഒരുപാട് ദൈവപ്രവൃത്തികൾക്കും അവസരമൊരുക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് PMG ദൈവസഭ. ഞാനൊരിക്കലും മറക്കത്തില്ല ഈ ദൈവസഭയോർത്ത്. വർഷങ്ങൾക്ക് പഴക്കം ഇവിടെ നടന്ന ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനകളിൽ എനിക്ക് ഈ മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകി. ഞാൻ പാസ്റ്ററോട് ചോദിക്കുകയായിരുന്നു ആ വർഷം എന്നെന്ന്. 10-15 വർഷങ്ങൾക്കേറെയായി ആ മീറ്റിങ്ങിൽ എനിക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ നിലത്തിരുന്ന് ഒത്തിരി ദൈവമക്കൾ ആത്മനിറവിൽ ആരാധിക്കുന്ന ഒരു അന്തരീക്ഷം. ആ മീറ്റിംഗ് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അസാധാരണമായ ചലനങ്ങളും രോഗസൗഖ്യങ്ങളും നടന്നൊരു മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിംഗ്. ആര് ശുശ്രൂഷിച്ചെന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷേ ആ മീറ്റിംഗ് എനിക്കൊരു ഭയങ്കര വഴിത്തിരിവായി മാറി. മറ്റൊരു കാര്യം, ഞാൻ മരുതൂരിൽ PMGയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് ഈ ലോകം വിട്ട് മാറ്റപ്പെടുന്നത്. അന്ന് എൻ്റെ അപ്പൻ മരിക്കുന്ന സമയത്ത് PMGയിലെ കർത്താവിൻ്റെ ദാസന്മാർ ഒത്തിരി പേര് ആ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. അതും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു 21 ഇരിക്കുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ തുറന്നു പറഞ്ഞാൽ, ഞാൻ പഠനം പുനലൂർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ PMGയിലെ ശുശ്രൂഷകനാണ് പുനലൂർ പ്ലാത്രയിലെ
PMGയിലെ ശുശ്രൂഷകൻ ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ സുനിൽ പാസ്റ്റർ, അദ്ദേഹമാണ് 10 മിനിറ്റൊക്കെ എനിക്ക് അവസരമൊരുക്കി. ഞാൻ PMGക്കകത്താണ് പ്രസംഗിച്ച് തുടങ്ങിയതും കൂടെ ഈ സമയം ഓർക്കാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വേദികളിൽ എനിക്ക് ശുശ്രൂഷിക്കാൻ അവസരമൊരുക്കി. പ്രിയ പാസ്റ്റർ ചർച്ചിൽ പാസ്റ്റർ എവിടെയൊക്കെ ഇരുന്നു അവിടെയൊക്കെ ശുശ്രൂഷിക്കാൻ അവസരമൊരുക്കി തന്നു. പാസ്റ്റർ ജോബിൻ, അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ചില മിനിറ്റുകളിൽ ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഓർപ്പിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന മേഴ്സി അമ്മാമ്മ ഈ മീറ്റിങ്ങിനകത്തുണ്ടല്ലോ. അമ്മാമ്മയ്ക്കും വന്ദനം പറയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നിന്നും ചില വാക്കുകൾ നിങ്ങളോടൊന്ന് സ്തോത്രം സംസാരിപ്പാൻ കർത്താവിൽ ഈ രാവിലെ സമയം ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 31-ാമത്തെ വാക്യമാണ്. ആമേൻ. 1-ാമത്തെ വാക്യം, യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. മതി. 2-ാമത്തേത് മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യം. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കാൻ അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. കാറ്റമർന്നു, വലിയൊരു ശാന്തത ഉണ്ടായി. പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം കൂടെ. യേശുവോ, അവളെ വിടുക, എൻ്റെ ശവസംസ്കാരം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്നും വീണുപോയി. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തുതിക്കുന്നു. ഈ വചനങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ആത്മാവിൻ്റെ നിറവിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൈവാലോചനകൾ നിങ്ങളുമായി ഒന്ന് പറഞ്ഞ് പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു. 17-ാമത്തെ വയസ്സിൽ ആമേൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും 2 ആൺമക്കളിൽ മൂത്തവനായിട്ട് 17-ാമത്തെ വയസ്സിൽ ഈ വേലയോട് ബന്ധപ്പെട്ട് ക്രിസ്തുവിൽ ഇറങ്ങുവാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. മാന്യതയുള്ള വിദ്യാഭ്യാസം. ഒരു കൂലിപ്പണിക്കാരനായിരിക്കുന്ന എൻ്റെ അപ്പന് 2 ആൺമക്കളിൽ ആമേൻ എൻ്റെ അപ്പൻ ഒരു പാർട്ടിയുടെ പ്രവർത്തകനും. മറ്റൊരു കാര്യം കൂടെ അവതരിപ്പിച്ചാൽ ഒരുപാട് പ്രതിസന്ധികളിൽ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി എൻ്റെ അപ്പനെ വിളിച്ചു കൊണ്ടുപോകുന്നൊരു പതിവായിരുന്നു. എന്നാൽ ആ അപ്പൻ്റെ 2 മക്കളിൽ മൂത്തവനായിട്ട് എനിക്കും എൻ്റെ സഹോദരന് ഈ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ നിൽക്കാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. നീണ്ട 16 വർഷമായി സഭയുടെ ശുശ്രൂഷകനായിട്ട് ഒരു പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി നിൽക്കുന്നു. ആമേൻ. 32-ലധികം കുടുംബങ്ങൾ, ഒരു 90-ലധികം ജനം എൻ്റെ പ്രാർത്ഥനാ പുരയ്ക്കകത്തുണ്ട്. അതിനുശേഷം ചില ഔട്ട് സ്റ്റേഷൻ വർക്കുകൾ തുടങ്ങാനും ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം, ആത്മാവിൻ്റെ നിറവിൽ ശുശ്രൂഷിക്കുമ്പോഴും ഉപദേശത്തിൽ നിന്നും അണുവിട മാറാതെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഇന്ന് പകൽ വളരെ പ്രതീക്ഷയോടിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ഈ വചനത്തിനകത്ത് നിന്നും ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് കർത്താവ് എൻ്റെ അകത്ത് നിയോഗം നൽകുന്നത്. സ്തോത്രം. ആദിമ കാലഘട്ടങ്ങൾക്ക് മുതൽ ബെന്തക്കോസ്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു ശുശ്രൂഷയാണ് രോഗശാന്തി വരം. ഒന്ന് കരമുയർത്തി ഒന്ന് ആമേൻ പറയാവോ? ആമേൻ. അതിന്നും മങ്ങിപ്പോയിട്ടില്ല, അതിനിന്നും മങ്ങൽ ഭവിച്ചിട്ടില്ല. പക്ഷേ വിശ്വസിക്കുന്നവരുടെ മേൽ ആ സൗഖ്യങ്ങൾ നടക്കും. സ്തോത്ര. മരുന്നിനോ മറ്റുള്ള ഒന്നിനോ സഹായിക്കാൻ പറ്റാത്തത്, മറ്റുള്ള ഒരു കാര്യങ്ങൾക്കകത്തും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒന്ന് ദൈവവചനത്തിന് കഴിയും എന്നുള്ള കാര്യം നിശ്ചയമാണ്. അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട ദൈവസഭയാണല്ലോ, അങ്ങനെ കണ്ട ദൈവമക്കളാണല്ലോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ വചനത്തിനകത്തൂടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തെ ആത്മാവിൽ മുറുകെ പിടിക്കാൻ തയ്യാറാകുക. അടുത്ത മണിക്കൂറുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് ദൈവത്തിന് ചിലത് പ്രവർത്തിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കാര്യങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ചിലത് പ്രാപിച്ചെടുക്കാൻ ഭയങ്കര പ്രയാസങ്ങളാണ്. ഇന്ന് പകലിലും ഈ വാക്യങ്ങൾക്കകത്തിന്ന് ഒരൊറ്റ ആശയം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു: യേശുവിൻ്റെ കൈ നീട്ടിയാൽ ജീവിതത്തിനകത്തൊരു വലിയ ശാന്തതയുണ്ടാകുക. ഒന്ന് കരമൊന്ന് ഉയർത്തി ആമേൻ പറയാവോ? യേശുവിൻ്റെ കൈ ചലിച്ചാൽ ശാന്തത മാത്രമല്ല, ആ
ശാന്തതയ്ക്കപ്പുറമായി അപ്പോസ്തല പ്രവൃത്തി 12:7 വായിച്ചപ്പോൾ പെട്ടെന്നൊരു വാക്ക്, ആ വാക്കിനോട് ചേർത്ത് ഇങ്ങനെ 3 വാക്യത്തിനകത്ത് ഒറ്റ ആശയം പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു വിടാ: യഹോവയുടെ കൈ ചലിച്ചാൽ ശാന്തത മാത്രമല്ല, വിടുതലുകൾ പെട്ടെന്നായിരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ശാന്തത മാത്രമല്ല ലൈഫിൽ തരാൻ പോകുന്നത്, സമാധാനം മാത്രമല്ല ദൈവം തരാൻ പോകുന്നത്. വിടുതലുകൾ ഇനി പയ്യല്ല, വിടുതലുകൾ പെട്ടെന്ന് സംഭവിക്കാൻ പോകുക. നീ ചോദിക്കുന്നതില്, നീ നനയ്ക്കുന്നതില്, നിന്റെ കണ്ണിമ വെട്ടും മുമ്പേ നീ പ്രതീക്ഷിച്ചതിനപ്പുറമായ വിടുതലുകൾ മണിക്കൂറുകൾ കൊണ്ട്, ആണ്ടുകൾ കൊണ്ട് നടക്കേണ്ടത് അത് പെട്ടെന്ന് സംഭവിക്കുമെന്ന്. മിണ്ടുന്നില്ല. വിടുതലുകൾ പെട്ടെന്ന് സംഭവിക്കുക. ഖാനായിലെ കല്യാണ വീട്ടില് അവൻ വിടുതൽ പെട്ടെന്നായിരുന്നു. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുറ്റത്ത് വിടുതൽ പെട്ടെന്നായിരുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറ. ബർത്തിമായിയുടെ ആമേൻ മകനായിരിക്കുന്ന ആമേൻ ബർത്തലോമായിക്ക് വിടുതൽ പെട്ടെന്നായിരുന്നു. ഇന്ന് പകൽ ദൈവം പറയുന്നു, ചില വിടുതലുകൾ പെട്ടെന്ന് സംഭവിക്കാൻ. പോരാ, ഈ കൈയടി പോരാ. ഇന്ന് പകൽ പടക്കം പൊട്ടുന്നത് പോലെ നിന്റെ കൈ വീശി നീ അടിക്കുമ്പോ വിടുതൽ ഇനി പയ്യല്ല, വിടുതൽ പെട്ടെന്ന് സംഭവിക്കാൻ. ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാതിൽ ചിലതെത്തുക. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ചില വിടുതൽ കേൾക്കുക. വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആമേൻ. ഹല്ലേലൂയ. മാസങ്ങളും ആഴ്ചകളും കൊണ്ട് നടക്കേണ്ട വിടുതല് പെട്ടെന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊരു സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറയാവോ? ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നെന്ന് തിരുവെഴുത്ത് പറയുന്നെങ്കിൽ ആമേൻ സ്തോത്രം. ആമേൻ മരുന്നിന് കഴിയാത്തത്, ട്രീറ്റ്മെൻറ്റുകൾക്ക് കഴിയാത്തത്, ആമേൻ ദൈവത്തിൻ്റെ വസ്ത്രത്തിൽ തൊങ്ങലിൽ തൊട്ടവൾക്ക് വിടുതൽ പെട്ടെന്നായിരുന്നെങ്കിൽ ഈ വചനത്തിലൂടെ ചേർന്ന് ഞാൻ പറയുന്നു, തമ്പുരാന്റെ കൈ ചലിച്ചാൽ അത് വിടുതൽ പെട്ടെന്നായിരിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ഒന്ന് ആമേൻ പറയാവോ? ആമേൻ. ഇവിടെ ശുശ്രൂഷിക്കുമ്പോഴും എൻ്റെ അന്തരാത്മാവിനകത്ത് ദൈവാത്മാവ് പറയുന്നത്, വിശ്വസിക്കുന്ന ഒരു സമൂഹം വിടുതലുകൾ പെട്ടെന്ന് കാണാൻ. ആമേൻ. എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഒരു വിഷയത്തിന് വേണ്ടി മാത്രം ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകളായി. നാളുകളായ വിഷയത്തോട് ബന്ധപ്പെട്ട പറയുന്നത് വിടുതലുകൾ പെട്ടെന്ന് സംഭവിക്കാൻ പോകുകയാണ്. ഈ തിരുവെഴുത്തിന് ആധാരമായി ദൈവാത്മാവ് ഇടപെടുകയാണ്. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന് വിടുതലിന് സ്ലോവിലല്ല, നിന്റെ തോളിൽ തട്ടി ദൈവം പറയുന്നു, വിടുതൽ കുഞ്ഞെ പെട്ടെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വാക്കുകളിൽ നിന്നും എനിക്കിന്ന് രാവിലെ സമയം ഗൗരവത്തോടൊന്ന് ശുശ്രൂഷിക്കാൻ അപ്പോസ്തല പ്രവൃത്തി 12:7 ആ വാക്കിനോട് ചേർന്ന് അല്പസമയം ശുശ്രൂഷിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എങ്കിലും കുറിവാക്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച വാക്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വിടണമല്ലോ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇടയപ്രഭുവായിരിക്കുന്ന ഹെരോദാവ് വാഴുന്ന ഒരു കാലഘട്ടത്തിൽ യോഹന്നാൻ എന്ന് പറയുന്ന ദൈവപുരുഷനെക്കുറിച്ചുള്ള, സ്നാപയോഹന്നാനെക്കുറിച്ചുള്ള ശ്രുതി ദേശം മുഴുവനും പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ, ഒരു ഭാഗത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി ഈ അഭിഷക്തനിലൂടെ പട്ടണത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുമ്പോൾ, അവൻ കാലഘട്ടത്തിനനുസരിച്ച് പാപത്തിൻ്റെ താൽക്കാലികമായിരിക്കുന്ന മേഖലകൾക്കകത്ത് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരെ ദൈവശബ്ദത്തിനാക്കി തിരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവപുരുഷൻ, എന്നാൽ മറു സൈഡിൽ യവനെ എങ്ങനെ തീർക്കണമെന്ന് ആമൻ അജണ്ടകൾ ഇരിക്കുന്ന ഒരു പൈശാചിക കേന്ദ്രം. ഇന്ന് പകലും
ഇവിടെ നമ്മൾ ഉപവസിക്കുമ്പോൾ, ഇവിടെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇതിനകത്ത് കയറി വരുമ്പോൾ, നിന്നെ എന്നെ തകർക്കാൻ മറ്റൊരു മേഖലയ്ക്കകത്ത് ഒരു കൂട്ട പൈശാചിക അജണ്ടകൾ അവൻ കൂടുന്ന കാര്യം ദൈവസഭ മറക്കരുത്. ഇന്നൊരു പകലിലും ദൈവാത്മാ പറയുന്നു, നീ മുഴങ്കാലും അടക്കിയ, നീ ദൈവസഭയിലേക്ക് കണ്ണുകൾ ഉയർത്തിയ ചില അജണ്ടകളെ പൊട്ടിക്കാൻ കരുത്തുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ഈ കോളിനകത്ത് വെളിപ്പെട്ട് വരുമെന്ന് ഇന്ന് പകൽ നീ മറന്നു പോകരുത്. ആയുസ്സിന് മുമ്പ് നിന്നെ ഒതുക്കിക്കളയുക, ആരോഗ്യമായി ബലത്തോടെ നിൽക്കുന്ന നിന്നെ ക്ഷീണിപ്പിച്ചൊരു ഭാഗത്ത് ഒതുക്കിക്കളയ പിശാച് ഒരുക്കുന്ന അജണ്ടകളെ ഇന്ന് പകലിൽ ദൈവം പൊട്ടിക്കാം. എല്ലാ ആക്സിഡന്റ് സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ഉടപതന രഗജന ഘടകജല ദുനിയ അർത്തുനി വൈഡൽ പ്രബന്ധന, എല്ലാ സ്ട്രോക്ക് സംബന്ധിച്ചുള്ള ക്ഷീണങ്ങള്, എല്ലാ ഹാർട്ട് അറ്റാക്കുകള്, എല്ലാ ബ്ലോക്കുകള് ഉടരബധന ഗജനഗജനയ അടഗമ ധുനിമിഗരഗ ഉദരത്തിന്റെ അറകൾക്കകത്ത് കെട്ടിക്കിടക്കുന്ന ദോഷങ്ങള്, ഇന്ന് പകലും ബ്ലഡിനകത്ത് വ്യാപരിക്കുന്ന ക്ഷീണങ്ങള്, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന സഭയെ, ആരാധിക്കുന്ന സഭയെ, സ്തുതിക്കുന്നവരെ ഒതുക്കുന്ന അജണ്ടകൾ ഇന്ന് പകലത് പൊട്ടട്ടെ. സഭ മിണ്ടാതിരിക്കരുത്, സഭ മിണ്ടാതിരിക്കരുത്. എത്രത്തോളം ഇന്ന് പകൽ സ്തുതിക്കാൻ പറ്റുമോ? എല്ലാ ഹൈ ബി പി, ലോ ബി പി ഈ നിമിഷം വിടുവിക്കപ്പെടാൻ പോകുകയാ. ഉടയാ രഗതന ഹംദല ഘടക ജാനം ധൂരം ജാല അർത്തുല ഘട്ടക ചൂടക രച്ചക ഭേദിക രത്തല വൈടക രംദല ശബന രഗജ തുരയ വൈട പ്രവന ജഗന ജഗന ഊടവ രംദര വൈടക രച്ചക ധൂരവ രംധര വൈടക ഷാരാബ ദീവാരാബ ധൂരാമാന ഝൂടാമാന ധീരാജാല ഹംദലഗച്ചം ധൂരകരച്ചം വേദികരട്ടം വൈടകരച്ചം ശബാര ധാരാധാര ഉടിബിരിബിരി. ഹല്ലേലൂയ. നിരുത്സാഹപ്പെടുത്തുന്ന ചില ശക്തികൾ വെളിയിൽ നിന്നും പ്രവാചകരെ കൊണ്ടുവന്ന് പ്രതികൂലമായിട്ട് പ്രവചിപ്പിക്കുന്ന അനുഭവങ്ങൾ. ആമേൻ. ഇന്ന് പകൽ നെഹമ്യാവേ, നീ മുഴങ്കാലം അടക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ഉപവസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവശബ്ദം കേട്ട വ്യക്തിയാണെങ്കിൽ, നിന്നിൽ ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് സ്വർഗം സ്കെച്ച് ചെയ്തെങ്കിൽ, ഇനി സമ്പല്ലത്തിന്റെ തോബിയാവിന്റെ ചിന്തകൾക്കകത്ത് നീ കുടുങ്ങിപ്പോകരുത്. ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറ. മിണ്ടുന്നില്ല. അത് മനസ്സിലാവർക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഏതോ ചില വാക്കുകളുടെ ഉള്ളിൽ നിരാശപ്പെട്ട് കുടുങ്ങി, ഏതോ ചില പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങൾ പോലെ കളഞ്ഞുകുടിച്ച് പഴയതുപോലെ കയറി വരാൻ കഴിയാതെ വണ്ണ ചില സമ്പല്ലത്തിന്റെ തോബിയാവിന്റെ ചില ചിന്തകൾക്കകത്ത് ഒതുക്കിപ്പോയ നിന്നെ ഇന്ന് പകൽ പുറത്തു കൊണ്ടുവരാ പരിശുദ്ധാത്മാവ്. ആ പഴയ ഒരു ആരാധന, ആ പഴയ ഒരു സ്തുതി, ആ പഴയ ഒരു ഉന്മേഷ, ആ പഴയ ഒരു ബല, ആ പഴയ ഒരു നിറവ് ശരമന ശകലന ജലധരി. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേ പറയാവോ? ഓടി അഭയം പ്രാപിക്കത്തക്ക നിലയിൽ ചിലതിനെയൊക്കെ ഓട്ടിച്ച് ദേവാലയത്തിൻ്റെ അകത്തോട്ട് കയറ്റുന്നത് പോലെ ഇന്ന് പകൽ എവിടെ നിന്നൊക്കെയോ നിലവിളികളോടുകൂടെ ഓടി ഇതിനകത്തേക്ക് അഭയം കയറുന്ന ഒരു ചില വെളിപ്പാടുകൾ കർത്താവ് തുറക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഭ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവാത്മാവിനോട് പറയുന്നു, ആ പഴയ ഒരു നിറവിലേക്ക്, ആ പഴയ ഒരു ഉന്മേഷത്തിലേക്ക്, ആ പഴയ ഒരു അനുഭൂതിയിലേക്ക് ദൈവത്തിന്റെ സഭയെ ഇന്ന് പകൽ ദൈവം തിരിക്കുകയാണ്.
മാറാനുള്ള പല പദ്ധതികളും പലരും ശ്രമിച്ചിട്ട് മാറാതെ പട്ടണത്തിനകത്തിന് നിൽക്കുമ്പോൾ ഈ ദൈവസഭയോട് കർത്താവ് സംസാരിക്കുക, ദേശം ഞെട്ടുന്ന, പട്ടണം ഞെട്ടുന്ന ചില അത്ഭുതം പെന്തക്കോസ്തൽ മാറാനാഥ സഭയിലൂടെ ദൈവം ചെയ്യാൻ സ്വർഗത്തിന് പദ്ധതി ഉണ്ടെന്ന്, ഈ തിരുവനന്തപുരത്ത് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് സഭയോട് ദൈവം സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്. ഹെരോദാവിൻ്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ എന്ത് സമ്മാനമാണ് കൊടുക്കേണ്ടതെന്നുള്ളൊരു അന്തരീക്ഷം ആ ഭാഗത്ത് മുഴങ്ങുമ്പോൾ ഈ ദൈവപുരുഷൻ്റെ തല വേണമെന്നുള്ള മറുപടി, ഒരു ഭാഗത്ത് യേശു ശക്തമേറിയ മിനിസ്ട്രി ചെയ്തിൽ നിൽക്കുമ്പോൾ മറു സൈഡിൽ യോഹന്നാൻ്റെ തല ഇവരെ ശിരഛേദനം ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് രക്തസാക്ഷി നടക്കുന്നു, മറു സൈഡിൽ വിടുതലിൻ്റെ ശുശ്രൂഷ നടക്കുകയാണ്. ഇന്ന് പകൽ ദൈവാത്മാവിൽ ശക്തമായി സഭയോട് പറയാം, ചില കഷ്ടനഷ്ട ശോധനകൾ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നത്. ആമേൻ. പൗലോസിൻ്റെ പ്രസ്താവനയ്ക്കകത്ത് അപ്പോസ്തല പ്രവൃത്തിയിൽ വെളിപ്പെട്ട ഒരു വാക്കിങ്ങനെ പറഞ്ഞു, ഈ പടകിനകത്ത് വസിച്ചിട്ടല്ലാതെ ഞങ്ങൾക്കാർക്കും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. അതിൻ്റെ അർത്ഥം ജീവിതത്തിനകത്ത് വന്ന ഏറ്റക്കുറച്ചിലുകൾ, ജീവിതത്തിനകത്ത് വന്ന പ്രയാസങ്ങൾ, ജീവിതത്തിനകത്ത് വന്ന പ്രതികൂലങ്ങൾ, ആമേൻ, ഇതിനകത്തൂടെ ഞാനും നിങ്ങളും പോകണമെന്ന് ദൈവം പദ്ധതിയിട്ടത് കൊണ്ട് അതിനകത്തൂടെ കയറി ഇറങ്ങുന്നത് ഒരിക്കൽ പോലും പിശാചിന് തൊടാൻ കഴിയാത്ത ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം നിന്നെ സുരക്ഷിതമാക്കാൻ. സ്തോത്രം. നിങ്ങൾ കരമുയർത്തി ഒന്ന് സ്തോത്രം പറയാവോ? വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിംഗിൽ ഇരിക്കണം. എനിക്ക് ഭയങ്കര ആവേശമാണ് യേശുവിനെ പ്രസംഗിക്കും. എന്നെ പ്രസവിച്ചിട്ടത് പെന്തക്കോസിനകത്താണ്. നിങ്ങളുണ്ടോ? ഒന്ന് ആമേൻ പറയാവോ? 10-60 കുടുംബങ്ങളുള്ള 40 സുവിശേഷകന്മാർ പുറത്തു വന്ന ഒരു കൊച്ചു ചർച്ചയിനകത്തു നിന്നാണ് ഞാനും പുറത്തു വന്നത്. ഒരു കുഞ്ഞു ചർച്ചയിൽ നിന്ന് 40 വേലക്കാർ ആ ചർച്ചയിൽ നിന്ന് പുറത്തു വന്നു. ഇന്നും ആ സഭയുണ്ട്, ഇന്നും ആ പാസ്റ്ററുണ്ട് ജീവനോട്. +2 വിദ്യാഭ്യാസത്തിനകത്ത് 17-ാമത്തെ വയസ്സിൽ ജലത്താൽ സ്നാനപ്പെടാനും 17-ാമത്തെ വയസ്സിൽ തന്നെ ബൈബിൾ കോളേജിലേക്ക് പോകാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. ചില മാസങ്ങൾ പിന്നിട്ടപ്പോൾ ദൈവകൃപാവരത്താലും ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ദൈവം ആ പട്ടണത്തിൽ ദൈവം എന്നെയും നിർത്തി. ഞാൻ അഭിഷേകത്തോട് ഞാൻ പറഞ്ഞു, എന്തു വന്നാലും ഏത് വന്നാലും നമ്മുടെ കൂടെ കർത്താവിൻ്റെ കരമുണ്ടാകും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറയാം. പുറത്തുള്ള പ്രയാസങ്ങളെക്കാട്ടിയും പ്രശ്നങ്ങളെക്കാട്ടി നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ വേദന കയറി വരുന്നത് അകത്തിന്നുള്ള മുറിവുകളാണ്. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു, പഴയൊരാത്മീയ അന്തരീക്ഷത്തിനകത്ത് വെളിപ്പെട്ട ആ ദൈവമഹത്വത്തെ ഒന്നും കൂടെ പറഞ്ഞാൽ പണ്ടത്തെ പോലത്തെ ആ നല്ല കാലം ആമേ ദൈവം നമുക്ക് നൽകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് ദൈവപുരുഷൻ്റെ തല ശിരഛേദനം ചെയ്തപ്പോൾ മറു സൈഡിൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന പീരീഡിൽ 22-ാമത്തെ വാക്യത്തിലേക്ക് വെളിപ്പെടുമ്പോൾ ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ, അടുത്ത വാക്ക് അല്ലേ, തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ, ആ വാക്ക് ഭയങ്കര, അവരെ നിർബന്ധിച്ചു.
ദൈവം നിർബന്ധിച്ചിട്ടാണെങ്കിൽ നിങ്ങളിതിനകത്ത് വന്നതെങ്കിൽ, ദൈവം നിർബന്ധിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെങ്കിൽ, ദൈവം നിർബന്ധിച്ചിട്ടാണ് ഉപവസിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ശരീരത്തിനകത്തുണ്ടായിട്ടും ഒരു സെക്ഷനെങ്കിലും സഭയോട് ചേർന്ന് ഇരിക്കണമെന്ന് ബോധ്യത്തോടുകൂടെ ദൈവം നിർബന്ധിച്ചിട്ടാണ് നീ ഫാസ്റ്റിംഗ് ഇരിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽ ആ നിർബന്ധത്തിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. മനസ്സിലായവർക്കാ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സുവിശേഷം അറിയിക്കാൻ നിർബന്ധം എൻ്റെ മേൽ കിടപ്പുണ്ടെന്ന. അപ്പോൾ കർത്താവ് നിർബന്ധിച്ച് പറഞ്ഞയച്ച ഒരു യാത്ര. ഈ മീറ്റിങ്ങിനകത്ത് ദൈവം ആരോടൊക്കെ പ്രവചനാത്മാവിൽ സംസാരിക്കുന്നു. ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിർബന്ധിക്കുകയാണ്. ചിലതിനെ നേടാൻ ദൈവം നിർബന്ധിക്കുകയാ. ചില യാത്രകൾക്ക് വേണ്ടി കർത്താവ് ചിലതിനെ നിർബന്ധിക്കുകയാണ്. ഒതുക്കപ്പെട്ട് ഒരു കൺഫർമേഷൻ കിട്ടട്ടെന്ന് പറഞ്ഞ് നീ ഇരിക്കുമ്പോഴും ദൈവാത്മാവ് ഇന്ന് പകൽ ഇടപെടുക. ദൈവം നിന്നെ നിർബന്ധിക്കുകയാണ്. നീ ആ കോഴ്സ് ചെയ്യണം, നീ അത് നീ ചെയ്യണം, അതിനകത്തൊരു തെളിവ് കിട്ടട്ടെ പാസ്റ്റർ. നോ, ഇന്ന് പകൽ ദൈവം നിന്നെ നിർബന്ധിക്കുകയാണ്. മറ്റാർക്കുമില്ലാത്ത ഒരു നിർബന്ധം ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ ദൈവാത്മാവ് അയക്കുകയാണ്. ഒന്നാമേം പറയാമോ? ആസിയയിലേക്ക് പോകാനിരുന്നവന് പരിശുദ്ധാത്മാവ് വിലക്കുകയും മക്കദോനിയക്കാരനായ ഒരു പുരുഷൻ്റെ മാനസാന്തരം സ്വപ്നത്തിൽ വെളിപ്പെട്ട പൗലോസ് ആത്മനിയോഗത്തോടെ മുന്നോട്ടിറങ്ങിത്തിരിക്കുമ്പോൾ മക്കദോനിയക്കകത്തുള്ള ദൈവസഭയ്ക്കകത്ത് ഒരു വിടുതലും നിലപാടും ഉറപ്പിക്കുവാൻ പല കാറ്റഗറിയിൽപ്പെട്ട ജനം ആ സഭയ്ക്കകത്ത് വന്നു ചേരണമെന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാകൊണ്ട് ഒന്നും കൂടെ ആഴത്തിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ വന്ന് കാണേണ്ടതിന് എൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയിലും ഒരുപാട് നാളുകൾ കൊണ്ട് ഞാൻ ചോദിച്ചത്. ഒന്നും കൂടെ ആഴത്തിൽ റോമാലേഖനത്തിൽ പറയുന്നൊരു പദമുണ്ട്, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് സാക്ഷി. വേറെ ആരും സാക്ഷിയില്ലെങ്കിൽ ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് സാക്ഷി. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, എത്രത്തോളം പ്രയാസങ്ങൾ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാൽ അവിടെ ഇനി എത്തുക ഇല്ല എന്ന് മാനുഷിക ശബ്ദങ്ങൾ നിന്നെ വലഞ്ഞിരിക്കുമ്പോൾ രാജാ വൈഡൽ ഭ്രമണകടകസി ദൈവം നിന്നെ നിർബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ ഇന്ന് പകലിൽ ദൈവം പറയുന്നു, എത്ര മതിലുകൾ ചാടിക്കടക്കേണ്ടി വന്നാൽ, എത്ര തീരങ്ങൾ മാറേണ്ടി വന്നാൽ നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞ ശുഭ തുറമുഖത്ത് ദൈവം നിന്നെ എത്തിച്ചിരിക്കുക. ഇന്നത്തെ ഡേറ്റ് നിങ്ങൾ മറന്നു പോകരുത്. 2025 ഒക്ടോബർ മാസം 10-ാം തീയതി പരിശുദ്ധാത്മാവ് സഭയെ നോക്കി പ്രവചിക്കുകയാണ്. ചിലതിനെ ദൈവം നിർബന്ധിക്കുകയാണ്. ചില കുടുംബങ്ങൾ ഇതിനകത്ത് വരണമെന്ന് ദൈവം നിർബന്ധിക്കുകയാണ്. ഉടരഗജന ശബരഗട ചിലർ പ്രവചിക്കണമെന്ന് ദൈവം നിർബന്ധിക്കുകയാണ്. ചിലർ ദർശനങ്ങൾ കാണണമെന്ന് ദൈവം നിർബന്ധിക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറയാവോ? ഒന്ന് കരമൊന്ന് ഉയർത്തി ഒന്ന് ആമേൻ പറയാവോ? നിർബന്ധിച്ചു ആ വാക്ക് മറക്കരുത്. നിർബന്ധിച്ചിട്ട് അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് തനിയെ മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിക്കുക. ഒന്നാമേം പറയാമോ? 3.5 വർഷത്തിൻ്റെ ശുശ്രൂഷകൾക്കകത്തും കർത്താവിനാൽ ഒരുക്കപ്പെട്ട ദൈവഹിതമുള്ള ശുശ്രൂഷ യേശു കർത്താവിലൂടെ വെളിപ്പെടാനുള്ള ഏറ്റവും പ്രഥമ രഹസ്യം ഒറ്റയ്ക്കുള്ള ഒരു പ്രാർത്ഥന. താൻ തനിയെ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിക്കുന്നവർക്ക് ഇത്ര വലിയ പരിശോധന, ഉപവസിക്കുന്നവർക്ക് ഇത്ര വലിയ ശോധന, ആരാധിക്കുന്ന സഭയ്ക്കകത്ത് ഇത്ര വലിയ പരീക്ഷണം.
തനിയെ പ്രാർത്ഥിക്കാൻ കടന്നുപോയി. ആ പ്രാർത്ഥനകൾക്കകത്ത് താൻ പറഞ്ഞയച്ച തൻ്റെ അരുമ ശിഷ്യന്മാരുടെ യാത്രകളിൽ തൻ്റെ മക്കൾ അറിയാതെ അവരുടെ കൂടെ സഞ്ചരിച്ചൊരു ദൈവസാന്നിധ്യമുണ്ട്. ഒറ്റയ്ക്കല്ല, പറഞ്ഞു വിട്ടവന് ഉത്തരവാദിത്തമുണ്ടെന്ന്, ഇതിനകത്തേക്ക് വരാൻ പ്രേരിതമാക്കിയവന് ഉത്തരവാദിത്തമുണ്ടെന്ന്, വന്നിട്ട് വൃഥാവായി പോകാനല്ല ഈ പകൽ ഇതിനകത്ത് ചെലവിടുന്നത്. വരുത്തിച്ചത് ദൈവമാണെങ്കിൽ വരുത്തിച്ചവൻ ഉത്തരവാദിത്തമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറ. ഇവിടെ ശുശ്രൂഷിക്കുന്നത് ആരെന്ന് നോക്കണ്ട, വരുത്തിച്ചവൻ കർത്താവാണെങ്കിൽ അവൻ ഉത്തരവാദിത്തമുണ്ട്. അതാ ഇന്ന് രാവിലത്തെ ദൈവശബ്ദം. വരുത്തിച്ചത് തമ്പുരാനാണ്, ഉത്തരവാദിത്തം അവനാ. ആമേൻ. മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിക്കാം. സ്തോത്രം. അവിടെ ഏകനായി കർത്താവ് ഇരിക്കുക. പടക് ഒത്തിരി ദൂരത്തായി. യേശു നിർബന്ധിച്ചിട്ട് യേശു ഇല്ലാത്ത പടകിലെ യാത്ര ദൂരത്ത് നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് കർത്താവ് മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുക തനിയെ. അടുത്ത വാക്യം ബൈബിൾ വായിക്കുന്നത്, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എത്രത്തോളം ആത്മാവിൽ ആരാധിച്ച് പഴയ പാട്ടുകളൊക്കെ പാടി ദൈവത്തെ നൃത്തം ചെയ്ത് സ്തുതിച്ച് ഒന്ന് ബലപ്പെട്ടിരിക്കുമ്പോൾ ഹൃദയം തകരുന്ന ഒരുപാട് വാക്കുകളാണ് നാളിന്ന് വരെ നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിട്ടുള്ള ഈ കാറ്റുകൾ. വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി തൊട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് കാറ്റുകളെക്കുറിച്ച്. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം, ആമേ സംഖ്യാപുസ്തകം, സങ്കീർത്തനങ്ങളിൽ ഫലഭാഗത്തും, പ്രവാചക പുസ്തകങ്ങളിൽ, പുതിയ നിയമത്ത് പലയിടത്തും പല ടൈപ്പിനുള്ള കാറ്റുകളെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കൃപയുള്ളവനെ ഉറപ്പിക്കാനായിട്ട് ദൈവം ഒരു കാറ്റടിപ്പിച്ചു. അവൻ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് വഴി തുറക്കാനായിട്ടൊരു കിഴക്കൻ കാറ്റടിപ്പിക്കുന്നു. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മക്കളുടെ പാളയത്തിൽ അവർ ചോദിച്ചതിൻ്റെ വിടുതലുമായിട്ട് ദൈവം ഒരു നന്മ അടുപ്പിച്ച് കാറ്റിലൂടെ അവിടെ കൊണ്ടുവരികയാണ്. എന്നാൽ പുതിയ നിയമസഭയുടെ ജീവിതത്തിൽ അവർ സഞ്ചരിക്കുന്ന പടകിന് വിരോധമായിട്ട് ചില പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ വീശുകയാണ്. ഉപവസിക്കുന്ന സഭയോട്, ജനത്തോട് ആത്മാ പറയുന്നു, നിന്റെ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്ക് വിരുദ്ധമായി നിന്റെ പടകിനകത്ത് കയറി വരുന്ന കാറ്റുകൾക്കെതിരെ ഇന്ന് പകല് ചലിക്കാൻ എൻ്റെ ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല. അവന്റെ കൈ ഇന്ന് രാവിലെ ചലിക്കും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു, ആമേൻ പറഞ്ഞു. കുടുംബ പ്രതിസന്ധികൾ, തലമുറകളുടെ വിഷയത്തിനകത്ത് വല്ലാതെ ഭാരപ്പെട്ട് അവൻ ഒന്ന് മാറുമ്പോൾ അടുത്തൊന്ന്, അടുത്തത് മാറുമ്പോൾ വേറൊന്ന്, ഇങ്ങനെ മാറി 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 അടിച്ചുകൊണ്ടിരിക്കുന്ന ചില കാറ്റുകൾക്കെതിരെ ഈ ഒക്ടോബർ 10-ാം തീയതി അവൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറ. അതിനെതിരെ വന്ന് പടപരുതാൻ യേശു ഇല്ലാതെ, യേശു പറഞ്ഞയച്ച കാറ്റിന് ഉത്തരവാദിത്തം ഇല്ലെന്നാണോ സാത്താനെ നീ വിചാരിച്ചത്? ഇല്ലില്ല, നിനക്ക് തെറ്റി. ഇന്ന് പകൽ ആത്മാവിനോട് പ്രവചിച്ചു പറയുകയാ, തമ്പുരാനാണ് വിട്ടതെങ്കിൽ, തമ്പുരാനാണ് ആ യാത്ര പറഞ്ഞതെങ്കിൽ, തമ്പുരാണ് നിർദ്ദേശപ്രകാരമാണ് നിന്റെ ലൈഫ് പോകുന്നതെങ്കിൽ, എത്ര പ്രതികൂല കാറ്റുകൾ വന്നാല്, എത്ര കോളിളക്കം വന്നാലോ, നിന്റെ ഭാവിക്ക് വിരോധമായി, നിന്റെ തലമുറകളുടെ നന്മയ്ക്ക് വിരോധമായി, ആമേൻ പട്ടണത്തിൽ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ആമേൻ പ്രാർത്ഥിക്കുന്ന നിന്റെ കൂടാരത്തിനെതിരെ കയറി വരുന്ന ചില കാറ്റുകൾക്കെതിരെ ഇന്ന് രാവിലെ ദൈവാത്മാവിൽ വിരൽ ചൂണ്ടുകയാണ്, ദൈവാത്മാവിൽ വിരൽ ചൂണ്ടുകയാണ്. ആമേൻ.
അർത്ഥര അർത്ഥരാജല ധുരാംരകസ്മിയ അർദ്ധുരിബിനികടക ജനരകടക ശംധരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. Thank you Jesus name. Thank you Jesus name. Hallelujah. അഭിഷേകമുള്ള ദൈവകൃപയുള്ള യേശുവുമായി ബന്ധപ്പെട്ട് ദൈവസാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന മാതാപിതാക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, അഭിഷിക്തരാകട്ടെ, ഒരു ദൈവശബ്ദം ഉന്നയിക്കപ്പെടുമ്പോൾ ആ ദൈവശബ്ദത്തിനോട് ചേർന്നൊരു മാന്യത, അതിനെ സ്വീകരിക്കാനുള്ളൊരു അഭിഷേകം. ഞാൻ വൃഥാവായി പറഞ്ഞതല്ല, ഒരു ഭയങ്കരമായിരിക്കുന്ന ഒരു പൈശാചിക അജണ്ട പട്ടണത്തിനകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യം ഉറപ്പാണ്. ഒന്നിച്ചവൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ചൊന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ ചിലത് ഇടിയും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേ പറയാമോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേ പറയാമോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേ പറഞ്ഞ്. ഞാൻ ശുശ്രൂഷിക്കുന്നതിൻ്റെ പുറക് സൈഡിൽ നിന്നുകൊണ്ട്, ഞാൻ ശുശ്രൂഷിക്കുന്നതിൻ്റെ പുറക് ഭാഗത്ത് നിന്നൊരു കൂട്ട വിടുതലുകൾ, അവൻ ഏതൊക്കെയോ ചിലതിൻ്റെ ആധിപത്യത്തെ പിടിച്ചു വച്ചിരിക്കുന്ന ചില ആധിപത്യങ്ങളുടെ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് ചിലതിനെ പുറത്തു കൊണ്ടുവരാ. ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന്, ദൈവത്തിന് പദ്ധതിയുണ്ട്. നീ ഒന്ന് ആഞ്ഞു പിടിച്ച, നീ ഒന്ന് ആത്മാവിലൊന്ന് ഇളകിയാൽ ചിലതൊക്കെ കൃപയാലിഞ്ഞ് ഊരിഞ്ഞ് പോരുമെന്നാണ്. ചിലരൊക്കെ പറയുന്നത് പണ്ടത്തെ പോലത്തെ ആ പ്രാർത്ഥന ഒന്നും എനിക്കിപ്പോൾ ഇല്ല പാസ്റ്റർ. ആ പണ്ടത്തെ പോലത്തെ ആ ആരാധന, കാരണം പ്രായങ്ങളായില്ലയോ. എത്ര പ്രായാധിക്യമായാലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് ചെറിയ തലമുറയിലും വലിയവരുടെ മേൽ അത് ഒരുപോലെ അതിനകത്ത് വൈകാരികതകളും വൈകല്യങ്ങളുമില്ല. ആ ശക്തിക്ക് ക്ഷീണം തട്ടത്തില്ല. ആ ശക്തി ഒതുങ്ങിക്കൊടുക്കുന്ന ശക്തിയല്ലെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറ. കീമോയും റേഡിയേഷനും ചെയ്ത ഒരു എറണാകുളംകാരിയായിരിക്കുന്ന ഒരു തങ്കമ്മ എന്ന് പറയുന്ന അഗ്രികൾച്ചറിൽ ഒരു ഉദ്യോഗസ്ഥയായ ഒരു മാതാവിന് 2010 നവംബർ മാസം 5-ാം തീയതിയാണ് എൻ്റെ അപ്പം മരിക്കുന്നത്. എൻ്റെ അപ്പൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് കൊണ്ടുവരുന്ന ഈ അമ്മാമ്മ കത്തോലിക്കക്കാരിയാണ്. എൻ്റെ അമ്മയായിട്ട് എങ്ങനെയോ ഒന്ന് പരിചയപ്പെട്ടപ്പോൾ എൻ്റെ അമ്മയുടെ വായിൽ നിന്നും 2 മക്കളും പാസ്റ്റർമാരെന്ന് അറിഞ്ഞു. ആ കീമോ റേഡിയേഷൻ ചെയ്യുന്ന അമ്മമ്മ ചാടി എഴുന്നേറ്റിട്ട്, നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ആ സമയം ഞാനിപ്പോൾ ഓർക്കുക. കൈ ഉയർത്തി ആ ബെട്ടിൽ പ്രാർത്ഥിച്ച ആ അമ്മാമ്മ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. RCC റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ആമൻ ക്ഷീണമാണ്, തളർച്ചയാണ്. ആമൻ എല്ലാ സ്റ്റേജും കഴിഞ്ഞു നിൽക്കുന്ന ആ അമ്മാമ്മ ഇന്ന് ജീവിച്ചിരിക്കുക. ഞാനിവിടെ ശുശ്രൂഷിക്കുമ്പോൾ ബൈബിൾ ഉയർത്തിക്കൊണ്ട് ഞാൻ പറയാം, അവർക്കിന്ന് ക്യാൻസർ ഇല്ല. ക്യാൻസറിൻ്റെ സെല്ലുകൾക്കകത്ത് ഒരു ക്ഷീണവും ഇല്ല. പക്ഷെ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു ആ ശക്തി ക്ഷീണിച്ചു പോയിട്ടില്ല.
ഇവിടെ ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിരസ് തൊട്ട് പാദം വരെ പലവിധ ശാരീരിക ബുദ്ധിമുട്ടുകളാൽ ഇന്ന് പകലും ഇതിനകത്തിരിക്കുന്ന ചിലതിന്റെ മേല് ദൈവത്തിന് അസാധാരണമായ വിടുതല് ഈ പകലും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ തളർച്ചയെ പൊട്ടിക്കുക, നിന്റെ വേദനയെ അഴിക്കുക, നിന്റെ നിരാശ ഇവിടെ മൂടുപടത്തെ എടുത്തു കളയാം. ഒതുങ്ങാനല്ല വിളിച്ചത്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു, ആമേൻ പറഞ്ഞു. 120 സംവത്സരം വരെ മോശയ്ക്ക് ഓടാൻ കൃപ നൽകിയതുപോലെ ആ കൈകാലുകളിൽ ഒരു ബലം വർദ്ധിക്കട്ടെ. ഉടയ ജഗന രഗദന ഹതുനിഗടഗജന അതലഗടക ശംദരാധന അർത്തുന ജലഗടഗജന ദരഗടക ദലഗടക ശംദരാധന ഉടബദന രഗദനഗടക ശബലഖമനയ അടഗജന രഗദനഗടക ശംദരാധന വൈഡ ഭ്രമന ഗടക ജനഗടക ശംദരാധന ഉടബദന രഗജന ശാമന വർമന വർധന വർധന വൈഡബ രഗജക ദൂരക ജനയ ചിതറിക്കിടക്കുന്ന അസ്ഥിത്താഴ്വയുടെ നടുവിലേക്ക് ഇന്ന് രാവിലെ സമയം ദൈവാത്മാവ് ചലിക്കുകയാണ്. കുടുംബത്തിന്റെ ചിതറിക്കിടക്കുന്ന ചില അവസ്ഥകളെ ഇന്ന് രാത്രി ഇന്ന് പകൽ ദൈവം പെറുക്കിയെടുക്കാൻ പോകുകയാ. നാളുകൾ കൊണ്ട് കരഞ്ഞത് മതി, നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചത് മതി. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്ന ഒരു ന്യൂ ക്രിയേഷൻ ഇന്ന് പകൽ സംഭവിക്കാൻ പോകുകയാണ്. നാളുകൾ കൊണ്ട് പൊടി തട്ടിക്കിടക്കുന്ന ചില ഭയലുകള്, പൊടി പിടിച്ച് കിടക്കുന്ന ചില ഭയലുകള്, ഓ രക്തം ജയം, രക്തം ജയ. ആത്മാവിന്ന് പകൽ അതിൽ ചില പാസ്പോർട്ടുകൾ, അതിൽ ചില രേഖകൾ. ആമേ, ആത്മാവിനോട് ഇന്ന് പകൽ ശക്തമായി ഇടപെടുകയാ. ഏതൊക്കെ ചില വസ്തുക്കളുടെ വിഷയത്തിനകത്ത്, ഏതൊക്കെയോ വസ്തു സംബന്ധിച്ചുള്ള വിഷയങ്ങൾക്കകത്ത്, ഏതൊക്കെ ചില തലമുറകളുടെ വിഷയത്തിനകത്ത്, ഏതൊക്കെയോ കുടുംബ ജീവിതങ്ങളുടെ വിഷയത്തിനകത്ത് ഇന്ന് പകൽ ദൈവത്തിന് പ്രവർത്തിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ 21 ദിവസം ഉപവസിച്ച് ഒരുപാട് മാനസികമായിട്ടുള്ള വേദനയൊക്കെ ജീവിതത്തിനകത്തപ്പോൾ ഒരു സൈഡിൽ ഒരുപാട് ദൈവ സന്ദേശങ്ങൾ കർത്താവ് പഠിപ്പിച്ചിറക്കിയപ്പോൾ അതിനകത്ത് ആൻറ്റിമാരെല്ലാം ശ്രദ്ധിച്ചോണം ഷാധാന ഹർമധാന. അതിനകത്ത് ദൈവാത്മാവിലേക്ക് നൽകിയൊരു സന്ദേശം, ഒരു പരിമള തൈലം ദൈവത്തിൻ്റെ കാൽക്കലേക്ക് ഒഴിച്ചൊരു സഹോദരി ഉണ്ടല്ലോ. ഞാൻ ആ ഭാഗത്ത് ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞ ഭാഗം ഇതാണ്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ മാനമെന്ന് പറയുന്നത് അവളുടെ തലമുടിയാണ്. ആ കാലഘട്ടത്തിൽ അവൾ ജീവിതത്തിൽ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് ഒരു പരിമള തൈലമാണ്. ആരാലും സൗഖ്യം പെടുവാൻ കഴിയാതെ എല്ലാ വാതിലുകൾക്കകത്ത് മുട്ടിയപ്പോഴും എല്ലാ വാതിലുകളും ക്ലോസ് ചെയ്തപ്പോൾ യേശുവിൻ്റെ പാദത്തിലേക്ക് വന്നവൾ സൗഖ്യമായി. ആമേ, സൗഖ്യമായപ്പോൾ എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഭാഗത്ത് നിന്ന് പറഞ്ഞത്, യേശുവിൻ്റെ പാദത്തിൽ അവൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഒന്ന്, അവളിൽ ആഗ്രഹം കണ്ടെത്തിയൊരു പ്ലാറ്റ്ഫോമാണ് യേശുവിൻ്റെ പാദം. സ്വർഗം ഹാമേ സിംഹാസന, ഭൂമി അവൻ്റെ പാദപീഠ. നാം ഇന്ന് പകലിരിക്കുന്ന ദൈവത്തിൻ്റെ പാദത്തിങ്കിലാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയും ആഗ്രഹം മുഴുവനും ഞാൻ ദൈവത്തിൻ്റെ പാദത്തിൽ കണ്ടു. 2, അവളുടെ വേദന മുഴുവനും അവൾ അവിടെ ഇറക്കി വെച്ചു. ഒന്ന് ആമേൻ പറയാവോ? ഇറക്കി വയ്ക്കാൻ പറ്റിയ ഒറ്റ ഒരു സ്ഥലമേ ഉള്ളൂ, അത് ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറ. ആമേൻ. ആരോടെങ്കിലൊക്കെ പറയുന്നതിനെ കാട്ടിയ ബ്രദറെ കേട്ട് ഒന്ന് പ്രാർത്ഥിച്ചോണേ, സിസ്റ്ററെ ഒന്ന് അതൊന്ന് വിട്ടിട്ട് നിന്റെ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാൻ പറ്റിയ ഈ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് നീ ഒന്ന് ഇറക്കി വയ്ക്ക. ഹല്ലേലൂയ. അവളുടെ വേദന മുഴുവൻ ഇറക്കി വെച്ചു. എൻ്റെ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം,
ഇതൊരു ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളൊരു മുന്നോടിയായിട്ടുള്ളൊരു ശുശ്രൂഷ അവിടെ നടക്കുന്നത്. ഇത് തമ്പുരാൻ്റെ മനസ്സിലായപ്പോഴും എവളിൽ തമ്പുരാൻ കാണുന്നത് മറ്റൊരു വാഗ്ദത്തമാണ്. ഒരു കാര്യം ഇന്ന് പകൽ ഞാൻ ദൈവസഭയോട് പറയുന്നു, ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇവിടെ ഇരിക്കുമ്പോഴും തമ്പുരാൻ ചില വാഗ്ദത്തങ്ങളുടെ നിയോഗത്തെ ഒന്നും കൂടെ ദൈവം ഉറപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറയാവോ? ഒന്നും കൂടെ ചില വാഗ്ദത്തങ്ങളെ ദൈവം ഉറപ്പിക്കുകയാണ്. ഈ സഭയ്ക്കകത്ത് നിന്ന് തന്നെ ചിലത് കണ്ട് ദൈവത്തിന് നന്ദി പറയാ. വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആമേൻ പറ, ആമേൻ പറ. ഈ വരും ദിവസങ്ങളിൽ ഈ 31 ഡിസംബർ 31 വെച്ച് സഭയോട് ദൈവം ഇടപെടുകയാണ്. ചില ദൈവിക മഹത്വങ്ങൾ കണ്ണാൽ കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒരിക്കൽ പോലും ആലയത്തിനകത്ത് നിന്ന് പോകാൻ മടിച്ച് ആ സാന്നിധ്യത്തിനകത്ത് ഇരിക്കുന്ന ചില ഡെഡിക്കേഷനുകൾ, തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പുറപ്പെടുന്ന ഒരു സഭയായി ഈ സഭയെ ദൈവം മാറ്റാൻ പോകുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഒന്നാമേ പറയാവോ? 3 അവളിൽ ആഗ്രഹം യേശുവിൻ്റെ പാദത്തിങ്കിൽ കണ്ടു. 2 അവളുടെ നൊമ്പരം മുഴുവനും യേശുവിൻ്റെ പാദത്തിലേക്ക് ഇറക്കി. 3 അവൾക്ക് എല്ലാമായ ആ പരിമള തൈലം യേശുവിൻ്റെ പാദത്തിൽ പൊട്ടിച്ചു. ഒരു കൂട്ടർ ചോദിച്ചൊരു ചോദ്യം, ഇതിൻ്റെ വല്ല എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചോദ്യം, ഇതിൻ്റെ വല്ല. എനിക്കൊരു വീടില്ലാത്തൊരു സമയമുണ്ടായിരുന്നു. സുവിശേഷ വേല കിട്ടിയത് മൊത്തം മീറ്റിംഗ് വെക്കുന്നൊരു പതിവ് എൻ്റെ ലൈഫിനകത്തുണ്ട്. ഗ്രൗണ്ട് എടുക്കും, ഓഡിറ്റോറിയം എടുക്കും, വിശ്വാസത്തിൽ പാസ്റ്റർമാരെ ബുക്ക് ചെയ്യും, ഫ്ലെക്സുകൾ അടിക്കും. ബാക്കിയുള്ള പൈസ എവിടെ നിന്ന് വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മഹത്വം. ഇങ്ങനൊരു അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ചു. ഇവിടെ നിന്നൊരു 14-15 കിലോമീറ്റർ മാറി പ്രാവിച്ചമ്പലത്തിനടുത്ത് നരുവമൂടുന്നൊരു സ്ഥലമാണ് എൻ്റെ സ്ഥലം. അവിടെ ചെന്ന് ചോദിച്ചാൽ പറയും മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിനകത്തൊന്നും കയറി പ്രസംഗിക്കാൻ ഇതുവരെയും ഒരു നിയോഗവും ദൈവം തന്നിട്ടില്ല. പക്ഷെ മീറ്റിംഗ് വയ്ക്കുന്നൊരു അംബീഷൻ എനിക്കുണ്ട്. നല്ല രീതിക്ക് മീറ്റിംഗ് വയ്ക്കാൻ കർത്താവ് എന്നെ പഠിപ്പിച്ചു. 2012, 13, 14, 15 ഈ 4 വർഷം കടങ്ങൾ വന്ന് മുടിഞ്ഞിട്ടുണ്ട്. മീറ്റിംഗ് വെച്ചതിൻ്റെ പേരിൽ കടം വന്ന് മുടിഞ്ഞു. പക്ഷെ 16 തൊട്ട് തുടങ്ങിയ മീറ്റിങ്ങിൽ ദൈവം പിടിച്ചു നിൽക്കാനൊരു ബലം നൽകി. പിന്നെ വെച്ച മീറ്റിങ്ങിനകത്തൊന്നും ഒരു കടം വന്നില്ല. ശേഷിപ്പ് നിറച്ചെടുക്കാൻ കർത്താവ് സഹായിച്ചു. അന്നൊക്കെയുള്ള മീറ്റിങ്ങിനകത്ത് ആൾ വന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. ഇത്രയും മീറ്റിംഗ് വെച്ച് ആൾ വന്നില്ലല്ലോ എന്നുള്ള സങ്കടം. പിന്നെ കാര്യങ്ങളൊക്കെ തമ്പുരാൻ പഠിപ്പിച്ചപ്പോൾ ഏത് മൂലയ്ക്ക് മീറ്റിംഗ് വെച്ചാലും അവിടെ ആൾക്കാർ വരും. എൻ്റെ ചർച്ചിലെ വിശ്വാസികൾ വന്നില്ലേലും നിങ്ങളുണ്ടോ ഇവിടെ? ഇന്നത്തെ ശബ്ദം മറക്കരുത്. വിടുതൽ പെട്ടെന്ന. നിങ്ങളുണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറ. ഉടയ തമ്പുരാൻ ഈ തൈലം ഇങ്ങനെ പകരുമ്പോൾ കണ്ണുനീരും തലമുടി കൊണ്ട് യേശുവിൻ്റെ പാദത്തിങ്കൽ അവൾ ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ മനോഹരമായ രീതിയിൽ ഉടയ തമ്പുരാൻ പറഞ്ഞൊരു വാക്കാണ്, അവൾ അസഖ്യപ്പെടുത്തരുത്. ആമേൻ പറഞ്ഞാട്ടെ. അവൾ എങ്കിൽ നൽപ്രവൃത്തിയല്ലോ ചെയ്യുന്നത്. ആമേൻ. അവൾ ഈ ശുശ്രൂഷ തമ്പുരാൻ്റെ പാദത്തിൽ ചെയ്യുമ്പോൾ തമ്പുരാൻ വാഗ്ദത്തത്തിൻ്റെ മുൻകൂറി അവിടെ ഉറപ്പിക്കുകയാണ്. കുറഞ്ഞൊന്ന് കഴിഞ്ഞ് ക്രൂശിതനായി റോമാ സാമ്രാജ്യം വിധി പറഞ്ഞ് ഇഞ്ചിഞ്ചായി തകർത്ത് ക്രൂശിലേക്ക് കയറ്റി അവിടെ നിന്ന് പ്രാണൻ
ദൈവഹിതത്താൽ പിടഞ്ഞ അരിമത്തയിലെ ജോസഫിൻ്റെ കല്ലറയ്ക്കകത്ത് വെച്ച് 3-ാം ദിവസം ഇരുട്ടുള്ള പ്രഭാതത്തിലേക്ക് ഈ ശുശ്രൂഷിക്കുന്നവർ എൻ്റെ കല്ലറയുടെ മുൻപിൽ വരുമെന്നുള്ള ദൈവിക നിയോഗത്തെ ദൈവം അവിടെ ഉറപ്പിക്കുകയാണ്. ആരില്ലേലും കുഞ്ഞെ ഈ ശുശ്രൂഷ ചെയ്യുന്ന ഈ സഹോദരി ആ കല്ലറയ്ക്കകത്ത്, ആ മുറ്റത്ത് എവൾ അവിടെ ഉണ്ടാകും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറ. എനിക്ക് 1-2 കാര്യം അവിടെ പിടിയിടുക. ഒന്ന്, ഈ കല്ല് ഞങ്ങൾക്ക് വേണ്ടി ആരുരുട്ടി മാറ്റുമെന്ന ചോദ്യത്തിനകത്ത് ഒന്ന്, അവൾ നോക്കി നിൽക്കാറെ കല്ലുരുണ്ടു മാറുന്നതായി കണ്ടു. 2, ആ ഉരുട്ടി വെച്ച കല്ലിൻ്റെ പുറത്ത് കയറി ദൂതൻ ഇരിക്കുകയാ. ഒന്ന് ആമേൻ പറയാവോ? നിനക്കിനി ഒരു തടസ്സം പോലും വരാതിരിക്കാൻ ആമേൻ പറ. ഭേദ്ഭാഗയ്ക്കകത്ത് അവൻ എല്ലാവരും എറിഞ്ഞോട്ടിക്കുന്ന കഴുതയുടെ പുറത്ത് വസ്ത്രം ഇട്ടിട്ട് ആ കഴുതയുടെ പുറത്ത് കയറി ഇരുന്നത് പോലെ നിനക്ക് തടസ്സമായി നിന്നതിനെ നീക്കിയിട്ട് ഇനി ഒരിക്കലും ആ തടസ്സം വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാനുള്ള സമയത്തെ വേർതിരിക്കുന്നു. ഈ വാക്കുകളൊന്ന് പറഞ്ഞു നിർത്തി ഞാൻ പ്രാർത്ഥിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എൻ്റെ സമയം ദീർഘമായി കൊണ്ടിരിക്കുമ്പോൾ ഈ വാക്കിൽ നിങ്ങൾ നോക്കിയാൽ, കാറ്റ് പ്രതികൂലമായിക്കൊണ്ട് തിരകളാൽ വലഞ്ഞു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവർ കടലിന്മേൽ നടന്നു. സ്തോത്രം. രാത്രിയിലെ 4-ാം യാമം ശബരഗതന. ആമേൻ. യാമങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെയും വ്യത്യസ്തമായ 1, 2, 3, 4 യാമങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പൈശാചിക ആധിപത്യങ്ങളുടെ വല്ലാത്തൊരു ക്ഷീണം വെളിപ്പെടുന്ന യാമങ്ങൾക്കകത്തും മുഴങ്കാലുമടക്കി മറ്റൊന്നും ശ്രദ്ധിക്കാതെ, മറ്റൊന്നിലേക്കും ശ്രദ്ധ തിരിക്കാതെ ആത്മനിയോഗത്തോടെ ചില സന്ദർഭത്തിൽ നാം ഇരിക്കുന്ന പലരിലും യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരാ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേം പറയാവോ? പടകിൽ സഞ്ചരിക്കുന്ന ഈ അരുമ ശിഷ്യന്മാർ സഞ്ചരിക്കുമ്പോൾ യേശു ഒരു ഭാഗത്തിരുന്ന് രാത്രിയുടെ 4-ാം യാമത്തിൽ കാറ്റ് പ്രതികൂലമാകൊണ്ട് ശിഷ്യന്മാർ ഭ്രമിച്ചെന്ന ആ വാക്ക് അങ്ങനെ പറയുന്നു. അവർ കടൽമേൽ നടക്കുന്നത് കണ്ടിട്ട്, യേശു കടൽമേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചിട്ട് അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചെന്ന്. നിന്നെ പറഞ്ഞയച്ചു വിട്ട ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. എവിടെ നീ എത്തണമെന്നുള്ളത് ആമേൻ പറയാമോ? ആ ഉത്തരവാദിത്തമുള്ള ദൈവം എമ്മൂവസിലേക്ക് പോയ ശിഷ്യന്മാർ അവർ പോലും അറിയാതെ അവരുടെ ഉള്ളത്തോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തിയ ദൈവം ഇന്നും മങ്ങിപ്പോയിട്ടില്ല. ആമേൻ പറയാവോ? നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവം നീ എവിടെ എത്തണമെന്ന്, നിന്നെ എവിടെ എത്തിച്ചേരുമെന്ന് നിന്നെ പറഞ്ഞയച്ച ദൈവത്തിനൊരു ബോധ്യമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോന്ന്? ഭയങ്കരമായിട്ട് പേടിച്ച് നിലവിളിച്ചു. ഈ നിൽക്കുന്നത് ഭൂതമാണെന്ന് അവർ കണ്ടു പേടിച്ചു. യേശു അവിടെ പറയുന്ന 1-2 വാക്കുകൾ നിങ്ങൾ നോക്കി. യേശു അവരോട് ധൈര്യപ്പെടുവിൻ. അടുത്ത വാക്യം, ഞാനാകുന്നു, പേടിക്കേണ്ട. ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണം. സിമ്പിളായി പറഞ്ഞു വിടുക. തമ്പുരാൻ ചില സന്ദർഭത്തിൽ പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് സിമ്പിളായെങ്കിലും ആ പറഞ്ഞതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു ഗ്ലാസ് പച്ചവെള്ളം പ്രാർത്ഥിച്ച് തന്നിട്ട് ഉപദേശി പറയുന്നൊരു വാക്കാണ് പേടിക്കണ്ട. എന്തോ പേടിക്കണ്ട. വാച്ച് സ്തോത്രത്തോടെ കുടിച്ചിട്ട് പിന്നെ ഭയങ്കര പേടിയാണ്. എന്താ കാര്യം അറിയാമോ? മെഡിക്കൽ സയൻസ് എന്തു പറയും? നിങ്ങൾ ഗ്ലോറി പറയുന്നില്ലല്ലോ. നമുക്ക് 8-ാം ക്ലാസ്സും ഗുസ്തിയുള്ള ഉപദേശി പ്രാർത്ഥിച്ച് തരുന്നതിനെക്കാട്ടിയും നമുക്ക് ആ മെഡിക്കൽ റിപ്പോർട്ടാണ് വലുത്. നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്ന എനിക്ക് 4-ാമത്തെ വയസ്സിൽ മേജർ സർജറിക്ക് വേണ്ടി വെള്ള പുതച്ച് ബോഡി വീട്ടിൽ വിടും
എന്ന് ഡോക്ടർമാർക്കും കുടുംബക്കാർക്കും അറിയാമെന്നുള്ളത് കൊണ്ട്. എന്നാൽ ഇന്ന് പകൽ ഇവിടെ ഇങ്ങനെ പ്രസംഗിക്കണമെന്ന് ദൈവത്തിൻ്റെ നീതിയാകൊണ്ട് ആ 4-ാമത്തെ വയസ്സിൽ ഒരു സർജറിയും വെളിപ്പെടാതെ അവരുടെ എല്ലാ മിഷൻസും മാറ്റിവെച്ചിട്ട് എൻ്റെ തോളിൽ തട്ടി ഡോക്ടർ പറഞ്ഞൊരു വാക്കാണ്, നീ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ വിടുവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്കും ഈ ടോൺസിലേറ്റീവ്സ് ഇച്ചിരി വിഷയമായി, ഇച്ചിരി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ആ ഭയങ്കരമായൊരു ക്രിട്ടിക്കലായ അന്തരീക്ഷം 28 ദിവസം ഒരേ കിടപ്പിൽ കിടന്നു. പത്തോളജിയിലേക്ക് കൊണ്ടുപോയി കുത്തിയെടുത്തത്. ഏത് സംഭവമൊന്നും ഇനിയിപ്പോഴും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, കീറാൻ ഇട്ടതിനെ കീറണ്ട എന്ന് പറയിപ്പിച്ച ഒരു ദൈവം. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറയാവോ? ഞാൻ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ഹാർട്ട് സംബന്ധിച്ച് പലതിനെയും കീറി മുറിച്ച് ഒരു ബെഡിനകത്ത് ഒതുക്കുമെന്ന് നാളുകൾ കൊണ്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ആധിപത്യ ദൈവസഭയ്ക്കകത്ത് നിന്ന് ദൈവം അത് പൊട്ടിക്കുമെന്ന് ഇന്ന് പകല് ദൈവാത്മാവ് ഇടപെടുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഭ ഒന്ന് ആമേൻ പറഞ്ഞ് ആ ഒരു ദൂതിനെ സ്തോത്രം പറഞ്ഞു പിടിക്കാൻ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീഴ്പോട്ട് വിടാന് കൃപ തന്ന ദൈവത്തിനൊന്ന് സ്തോത്രം പറ. ശരയാല ഹടഗജല രഗതുനി ജല രഗതനയ ഹാർട്ടുമായി ബന്ധപ്പെട്ട് ഒരു പോരാട്ടത്തെ ദൈവം ഇന്ന് പകൽ വെട്ടുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറ. 1ഉം 2ഉം ബ്ലോക്കുകൾ വന്ന് അത് മനസ്സിലാക്കാൻ പോലും കഴിയാതെ ഒതുക്കി നിർത്തുന്ന ദുരാത്മാവിന്റെ ശക്തി ഇന്ന് പകൽ ദൈവം വെട്ടുകയാണ്. രാമന ഘടകജല ധുരികലകമന ഘടക ആരക പ്രാർത്ഥിക്കുന്ന വീട്ടിനകത്ത് നിന്ന് അഴിയട്ടെ, പ്രാർത്ഥിക്കുന്ന കൂടാരത്തിനകത്ത് നിന്ന് രോഗാത്മം അഴിയട്ടെ, തലമുറകൾക്കകത്തേക്ക് പടരുന്ന ആ പാരമ്പര്യം അഴിയട്ടെ. അത് പൊട്ടുക. ബൈപ്പാസ് സർജറി, ബൈപ്പാസ് രഗബന ഊറബന ജനഘടക ജന ദഗനഘടക ജന ദുരജനഘടക അടകമദനഘടക ഹദനഘടക ജന അടക ജനഘടക സിയാറ. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാള് മൂർച്ചയേറിയത്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചകളെ തുളച്ചു ചെല്ലുന്ന അവൻ വേർപിടിക്കുന്ന ദൈവത്തിൻ്റെ വചനം. പ്രാണനെ ആത്മാവിനെ സന്ധിമഞ്ചകളെ ഒന്ന് സ്തോത്രം പറ. നിന്റെ ശരീരത്തിനകത്ത് ബ്ലോക്ക് കൊണ്ടിട വ്യാപരിച്ചു നിൽക്കുന്ന സകലവിധ വിദ്യാമൂർത്തികളെ ഉടലബദന രഗദന ജലരഗദന ശബരഗദനയ റഗഡഗ ജല ധനഗദന ഘടക ശതരഗഡഗ ജന ധുരാജല രഗദന അർത്ഥന ഞരമ്പുകൾക്കകത്തൂടെ ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. ഞരമ്പിനകത്തൂടെ ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. ഉച്ച തൊട്ട് ഉള്ളംകാല് വരെ തല ഒരു മരവിപ്പിട്ട് തൊണ്ടക്കുഴിയും നെഞ്ചിനകത്തൊരു മരവിപ്പിട്ട് പെട്ടെന്ന് ബ്ലഡ് കോട്ട് ചെയ്യത്തക്കവണ്ണ് ഉട മന ജന സദാ റഗദന അത് തുടയിലേക്ക് വന്ന് കാലില് ബ്ലോക്ക് വരുത്ത ബ്ലോക്ക് ഇന്ന് പകല കെട്ടഴിയട്ടെ. അവൻ നടക്കുമ്പോ പോലെ ഒരു ഏന്തി വലിവ് പോലെ കേറി വരുന്ന ആ ക്ഷീണത്തിന്റെ കെട്ടഴിഞ്ഞ്
ആരോടൊക്കെ ദൈവം പറഞ്ഞു, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട. ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട. യിത്രോവിൻ്റെ ആടുകളുമായി സഞ്ചരിച്ച് ദൈവത്തിൻ്റെ പർവ്വതമായിരിക്കുന്ന ഹോരോബോളം ചെന്നെത്തി നിൽക്കുന്ന മോശ, മുൾപ്പടർപ്പിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന തീയുടെ അകത്ത് ആ മുള്ളുകൾ വെന്തുപോകാതിരിക്കുന്നത് എന്തെന്ന് കാണാൻ അവൻ മുൻപിലോട്ട് സ്റ്റെപ്പ് വയ്ക്കപ്പോൾ ആ തീക്കകത്തു നിന്നൊരു ശബ്ദം, മോശേ മോശേ. ഇതെന്തൊരത്ഭുതമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അടുത്ത വാക്ക്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇന്ന് രാവിലെ ദൈവ ആത്മാവ് ആരോടൊക്കെ സംസാരിക്കുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിലെ ചെരുപ്പ് നീ അഴികേട്ട്. ഇന്നലെ വരെ സഞ്ചരിച്ച യാത്രയെ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി എൻ്റെ വഴികൾക്കകത്തൂടെ ഞാൻ നിന്നെ ഒന്ന് നടത്താൻ പോകയാ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആമേൻ പറയാവോ? ഇന്നലെ വരെ നിന്റെ ഇഷ്ടം ആരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നീ സഞ്ചരിച്ചെങ്കിൽ ഇവിടം തൊട്ട് അടുത്തൊരു റീസ്റ്റാർട്ട് ചെയ്യാൻ പോകയാ. ഇനി അത് എൻ്റെ ഹിതപ്രകാരമുള്ള എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേം പറയാവോ? ശകരദലദന റാംധന വൈഡരഗദന ശതരാധലഘടക ശബ്ദന വൈഡരഗദനയ. ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കണ്ട. ഹല്ലേലൂയ. ഈ ശബ്ദം കേട്ടപ്പോൾ ഒരു ദൈവപുരുഷൻ അതിനകത്ത് നിന്ന് വിളിച്ചു പറയുക, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മീതെ നിന്റെ അടുക്കൽ വരേണ്ടതിന് നീ കൽപ്പിക്കണം. ഒന്നാമേം പറയാവോ? ഈ വിശ്വാസ ജീവിതത്തിനകത്ത് ദൈവരാജ്യത്തെ ചലിപ്പിക്കുന്ന അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് മാനുഷിക രീതിയിൽ ചെയ്യാൻ പറ്റൂല, പക്ഷെ നമ്മെ കൊണ്ട് ചിലതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഇന്ന് പകൽ കർത്താവ് ഓർപ്പിക്കുക. വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് 2, 3, 4 ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ അച്ഛാ, ഞാൻ ഇപ്പം ഒരു 3 ചർച്ചിൻ്റെ പാസ്റ്ററാണ്. ഹല്ലേലൂയ. പക്ഷെ എന്നെ കൊണ്ട് പറ്റുമെന്ന് കർത്താവ് ഈ ദിവസങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, നമ്മെ കൊണ്ട് പറ്റൂല എന്ന് പറയുന്ന പല വിഷനും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. എനിക്കൊരു ടീമിന് നേതൃത്വം കൊടുക്കാൻ മാനുഷിക രീതി എനിക്ക് പറ്റൂല. പക്ഷെ 2012 തൊട്ട് ഒരു ടീമിന് നേതൃത്വം കൊടുക്കാൻ വിവിധ ചർച്ചിനകത്തുള്ള യൗവനക്കാരെ ക്രോഡീകരിച്ചുള്ള ഒരു ടീം രൂപീകരിച്ച് എല്ലാ നാളിലും പവർ ക്യാമ്പുകൾ നടത്താൻ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറയാ, നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല എന്ന് നീ പറയുന്നു, അതിന് നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യിപ്പിക്കാൻ പറ്റും. വിശ്വസിക്കുന്നുണ്ടോ? 2025 തീരുന്നതിനകത്ത് വെച്ച് ചില കാര്യങ്ങൾ ചിലതിനെ കൊണ്ട് കർത്താവ് ചെയ്യാൻ പോകുകയാണ്. പത്രോസ് പറഞ്ഞു, കർത്താവ്, നീ ആണെങ്കിൽ എന്നെ അങ്ങോട്ട് വരാനായിട്ട് നീ അനുവദിക്കണം. ഇങ്ങനൊരു വാക്ക് പറഞ്ഞപ്പോൾ യേശു ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, വരിക. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി. ആമേൻ പറയാവോ? തിരകളും തിരമാലകളും വീശിയടിക്കുന്ന കൊടുങ്കാറ്റുകളും യാമായാമങ്ങൾക്കകത്ത് അടിക്കുന്ന പടകിനകത്ത് നിന്നും യേശുവിൻ്റെ ശബ്ദത്തിനകത്ത് നിന്ന് ഒരുവൻ ആ പടകിൽ നിന്ന് ഇറങ്ങുകയാ. ഇന്ന് പകൽ ചിലർ പടകിൽ നിന്നും കർത്താവ് ചിലതിനെ ഇറക്കുകയാണ്.
ഒന്നും കൂടെ ആഴത്തിൽ പറഞ്ഞാൽ ആമൻ, ഇപ്പോൾ വ്യാപരിക്കുന്ന ശൂന്യതയും ശോധനകളെ കാട്ടിയ അടുത്തൊരു പരീക്ഷണത്തിലേക്ക് പത്രോസിനെ ദൈവം ഇറക്കാൻ കാര്യം, യവൻ നിൽക്കുമെന്ന്, യവൻ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്ന്, യവൻ സഭയുടെ വക്താവാകുമെന്ന് മറ്റുള്ളവരിൽ നിന്നല്ല ഒരു ബോധ്യ യേശു ക്രിസ്തുവിനകത്ത് വെളിപ്പെട്ടത് മൂലം കർത്താവ് വിളിച്ചു പറയുക, വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ പടകിൽ നിന്നിറങ്ങി. 1-2 സ്റ്റെപ്പുകൾ വെച്ചപ്പോൾ അടുത്ത വാക്ക് ഇങ്ങനെ വായിക്കുന്നു, അവൻ കാറ്റിലേക്ക് നോക്കിയത് മുഖാന്തരം എന്ന് വെച്ചാൽ ശബ്ദം കേട്ട് തമ്പുരാൻ പറഞ്ഞ വാക്കിൽ നിന്ന് അവൻ്റെ ചിന്തകളും അവൻ്റെ കണ്ണും മറ്റൊരു ദിശയിലേക്ക് പോയപ്പോൾ അവിടെ വായിക്കുന്നത് അവൻ കടലിലേക്ക് താണെന്ന്. നിങ്ങളുണ്ടോ ഇവിടെ? 2025 കഴിഞ്ഞ 9 മാസങ്ങളിൽ ഏതോ നിലയില്ല കയത്തിനകത്തൂടെ മുങ്ങിത്തപ്പുന്ന ചിലർ കൈ ഇങ്ങനെ ഉയർത്തിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടുക, താണുപോകാനല്ല, നിന്റെ കരത്തെ ഇന്ന് പകൽ പിടിക്കാൻ. ഈ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ നിമിഷം ദൈവാത്മാവ് 2ാമത്തെ ദിവസം ഈ സഭയോട് ഓർപ്പിക്കുന്ന ഒരു വെളിപ്പാട് ഇതാണ്. ചിലതിൻ്റെ കയ്യെ ദൈവം ഇന്ന് പകൽ ഉടനെ പിടിക്കാൻ പോകുക. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. നിലയില്ല കയത്തിനകത്ത് പോകേണ്ട വ്യക്തിയല്ല, നീ യേശുവിൻ്റെ കരങ്ങൾക്കകത്തിരിക്കേണ്ട തലമുറയാണ്. നീ യേശുവിൻ്റെ കരങ്ങൾക്കകത്ത് ഒതുങ്ങേണ്ട തലമുറയാണ്. ആന്റിമാരെ, നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ താണും സ്തോത്രം മുങ്ങിയും പൊങ്ങിയും നിൽക്കേണ്ടവരല്ല. നിങ്ങൾ യേശുവിൻ്റെ കരങ്ങൾക്കകത്തേക്ക് നിങ്ങളുടെ കരം ചേർന്നിരിപ്പ ഇന്ന് പകൽ സ്വർഗം പദ്ധതി ഒരുക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കി, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? പലർക്കും ഇന്നുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് ഈ ഒരു ക്ഷീണം. ഇന്നേ ദിവസം കർത്താവ് എന്നോട് സംസാരിക്കുന്നു. ആ സംശയത്തിൻ്റെ അനുഭവങ്ങളൊന്ന് മാറ്റിവെച്ച് ഒന്ന് വിശ്വാസത്തോടെ കർത്താവിൻ്റെ കയ്യിലോട്ടൊന്ന് ചേർന്ന് പിടിക്കാൻ ഈ പകൽ എത്ര പേര് തയ്യാറാകുന്നു? നീ ആ കൈ കൊടുക്കാതെ ആ കാറ്റ് അമരത്തില്ല. കാരണം ആ കൈ കൊടുത്ത ശേഷം അവിടെ നടക്കുന്നത്, കർത്താവ് പടകിൽ നിന്ന് അവൻ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നെന്ന ആ ദൈവപുരുഷൻ്റെ കരവുമായിട്ട് നേരെ പടകിലകത്തോട്ട് കയറിയപ്പോൾ ആ പടകിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് നിൽക്കുന്ന കാറ്റ് അമർന്നെങ്കിൽ, ജീവിതമാകുന്ന പടകിനകത്ത് ഇന്ന് വരെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന കാറ്റിനെ അമർച്ച ചെയ്യാൻ ഒറ്റ ഒരു മുഖാന്തരമേ ഉള്ളൂ. തമ്പുരാൻ നീട്ടിയ കരത്തിനെ ചേർത്ത് പിടിക്കാൻ ഇന്ന് പകൽ എത്ര പേര് തയ്യാറാണ്? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാമേം പറയാവോ? അല്പസമയം ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിനകത്ത് വെളിപ്പെടുന്ന അന്ന് സന്ധ്യയായി നാം അക്കരയ്ക്ക് പോകാം എന്ന് യേശു പറഞ്ഞ മുഖാന്തരം ചെറുപടകുകളും അവനോടുകൂടെ സഞ്ചരിച്ചു. വലിയൊരു ചുഴലിക്കാറ്റുണ്ടായത്. അവിടെയും പറയുന്നൊരു വാക്ക് ചുഴലിക്കാറ്റെന്ന, ചുഴറ്റി അടിക്കുന്ന ചുഴലിക്കാറ്റ്. അമരത്ത് തലയണ വെച്ച് യേശു ഉറങ്ങുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അതിനകത്തുനിന്നൊരു ശബ്ദം ആമേൻ വിളിച്ചു വന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന്. പടകിന് നേരെ കയറി വരുന്ന ചില കാറ്റുകൾ, ചുഴറ്റിയടിക്കുന്ന ചുഴലിക്കാറ്റുകൾ, അതിനകത്ത് നിന്ന് വലിയ വായിൽ നിലവിളിക്കുന്ന, അത്ഭുതം കണ്ട് വീര്യപ്രവൃത്തി കണ്ട് വിടുതലുകളുടെ ഹർഷസ്വരം കണ്ടും അനുഭവിച്ച ശിഷ്യന്മാർ വീണ്ടും ഈ ചുഴലിക്കാറ്റിൻ്റെ നടുവിൽ അവൻ നിലവിളിക്കുമ്പോൾ അവൻ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുന്ന കർത്താവ് ചാടി എഴുന്നേൽക്കുക മാത്രമല്ല,
അടുത്തൊരു വാക്കിങ്ങനെ വന്നു, അവൻ കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞ് അവൻ കാറ്റമർന്നു, വലിയൊരു ശാന്തത വെളിപ്പെടാൻ തയ്യാറായി. ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് രണ്ട് കാര്യം നടക്കുക. ഒന്ന്, നിനക്ക് വിരുദ്ധമായി ചലിച്ചു കൊണ്ടിരിക്കുന്ന കാറ്റിനെ ദൈവം എന്നേക്കുമായി അമർച്ച ചെയ്യുക മാത്രമല്ല, നിന്റെ ലൈഫിനകത്ത് നാളിന്ന് വരെ വെളിപ്പെടാത്ത ഒരു ശാന്തതയ്ക്കുള്ള ശമനം അടുത്തെന്ന് ഇന്ന് പകലിൽ ദൈവസഭയോട് കർത്താവ് സംസാരിക്കുകയാണ്. എന്ന് വെച്ചാൽ ലൈഫിനകത്ത് ഇന്നു വരെ വെളിപ്പെടാത്തൊരു സമാധാനം. വിശ്വസിക്കുന്നുണ്ടോ? ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും സന്ധ്യാപ്രാർത്ഥനയും കൂട്ടായ്മ ബന്ധങ്ങളൊക്കെ നന്നായിട്ട് പുലർത്തിക്കൊണ്ട് വന്ന പല ജീവിതങ്ങൾക്കകത്ത് എവിടെയൊക്കെ ചില വിരാമങ്ങൾ, എവിടെയൊക്കെ മിന്നി മിന്നി കത്തുന്നത് പോലെ ചില സമയത്ത് വാൾട്ടേജ് നഷ്ടപ്പെട്ട് ഉണ്ടായിട്ട് വാൾട്ടേജ് ഇല്ലാത്ത ഒരവസ്ഥ പോലെ നിൽക്കുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ചിലതിനോട് ശാസിക്കാൻ പോകുകയാണ്, ചിലതിനെ ദൈവം അമർച്ച ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണുകളൊന്ന് അടച്ച് ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക, ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ദൈവം അനുവദിക്കുന്നതിൽ വൈകിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഞങ്ങൾ ഒരിക്കൽ കൊണ്ടൊന്ന് ശുശ്രൂഷ ചെയ്യുക. അല്പസമയം ഒന്ന് ആത്മനിയോഗത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമൻ ഒരു ഗൗരവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ചില മിനിറ്റുകൾ എല്ലാ കണ്ണുകളും അടച്ച് ചിലർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനൊരു നിയോഗം ദൈവാത്മാവ് ഈ പകൽ വെച്ച് നീട്ടുക. കാറ്റമരും ഉറപ്പിച്ച് കട്ടായമായി ദൈവാത്മാവ് പറയുന്നു, നിന്റെ കൈ പിടിക്കാൻ ഇന്ന് പകൽ അവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറ. അവൻ കാറ്റിനെ ശാസിച്ചു, തിരമാലകൾ അടക്കി. ശാന്തത വന്നതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച ശുഭ തുറമുഖത്ത് ഞാൻ അവരെ എത്തിച്ചു. സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ നീ ആഗ്രഹിച്ചൊരു ശുഭ തുറമുഖമുണ്ട്, അവിടെ നിന്നെ ദൈവം എത്തിക്കാൻ പോകുക. അവൻ കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് വഴുവഴുപ്പുള്ള പച്ച താടിയലിൻ്റെ മേല് ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ ശത്രുപാളയം മുഴുവൻ ശവപ്പറമ്പായി മാറിയതുപോലെ നിന്റെ കരത്തിൽ ദൈവം ഏൽപ്പിച്ച ചീതലിന്റെ മേൽ ഇന്ന് പകലൊരു അഭിഷേകം വീഴാൻ പോകുക. ഒന്ന് പ്രാർത്ഥിച്ച്. കൃപാവരങ്ങൾക്കകത്ത് ചിലർക്ക് പ്രാർത്ഥിക്കാനുള്ളവര്, ചിലർക്കൊന്ന് സ്തോത്രം പറയാനുള്ളവര്, ചിലർക്കൊന്ന് ഹല്ലേലൂയ പറയാനുള്ളവർ. ഇന്ന് പകലൊരു മൂർച്ച കൂട്ടുന്നത് പോലെ ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു തീ വീഴുകയാണ്. ഉടബന രഗദന ശന്തരാധന അർത്ഥരഘടക ശന്തരാധന. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയോ? വായുകളെ തുറന്ന് പ്രാർത്ഥിച്ചോ. തലമുറകളുടെ ജീവിതത്തിനകത്ത് പോലും ഐശ്വര്യമായ വിടുതലുകൾ നടക്കുക. പടകിനെ പിടിച്ച് മുക്കാൻ കയറി വന്ന് ആ ചുഴലിക്കാറ്റിനെ ശാസിച്ചതുപോലെ ഇന്ന് പകൽ ചിലതിനെ ദൈവം ശാസിക്കുകയാണ്. പ്രബലഗജന രഗദനഘടക ശബ്ദരാധന അർദ്ധലഘടക ജുരീതലഖമന ഘടകജലരഗദനയ ആരഘടക സംഭവധുനി ഘടകജലരഘടക ശബ്ദരാധന. ആമൻ. മനസ്സ് വല്ലാതെ ഭാരപ്പെട്ട് ഒന്നിനാലും ഒരു സ്വസ്ഥതയില്ലാതെ എല്ലാം കണ്ടും കേട്ട് ജീവിതം ഒരു ഭാഗത്ത് ഒതുങ്ങി പ്രായാധിക്യമായിട്ട് ഒരു ഭാഗത്തെല്ലാം കാണേണ്ടി വന്നല്ലോ, കേൾക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ് ഇരുന്ന് ഒരു ഭാഗത്ത് ഒതുങ്ങി തീരാനല്ല ദൈവം വിളിച്ചത്. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് അടുത്ത ഒരു മേഖലയ്ക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഒന്ന് കയറാം. പ്രാർത്ഥിച്ച് ആന്റിമാരെ, പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച്. നിങ്ങളുടെ കരങ്ങൾക്കകത്തൊരു ബലം തരാൻ പോകുക, നിങ്ങളുടെ നാവിനകത്തൊരു ബലം തരാൻ പോകുക, നിങ്ങളുടെ കണ്ണു മങ്ങുന്ന അവസ്ഥകൾക്ക് ദൈവം ഒരു മാറ്റം തരാൻ പോകുക. ഉടബലഗജനരഗജന ശബരഗടകസിയ ഹർത്തുര ജലഗടക ശബ്ദരാധന ആദൽ ഖമന ആമറാധു നംബവാദിനി അടഗജല രഗദന അടഗജന ഘടക ശബ്ദരാധന. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കഥകളെ ഉണർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. യുദ്ധവീരനായ യഹോവ തന്നെ മഹത്വത്തിന്റെ രാജാവ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുക. ചിലരുടെ നാവ് മൂർച്ചയുള്ള ആയുധമാക്കി ദൈവം ഇന്ന് പകൽ ഉപയോഗിക്കാൻ. ഉടധനഗജല ഘടകജല ഘടകജനയ അന്തൽ ഖമന ഘടകജനയ അടകജല രഗദന ഘടക ജുഡിഘടക സംഭവാദന. എല്ലാ തൈറോയിഡ് ഗ്രന്ഥികൾക്കകത്ത് ഊടമാന ഷാരഘടക അടകജല രഗതുനി ശബ്ദരാധന. സൗഖ്യം നടക്കട്ടെ. നീ ക്ഷീണിച്ചു പോകരുത്, നീ ഭാരപ്പെട്ടു പോകരുത്. അടുത്ത ദിവസങ്ങളിൽ ചില മറുപടികൾ കേൾക്കുക. നിന്റെ കാതുകളെ ദൈവം തുറക്കുകയാണ്. അടുത്ത
നിമിഷങ്ങൾക്കകത്ത് ചില മറുപടികൾ നിന്റെ കാതിൽ കേൾക്കാം. പ്രാർത്ഥിച്ചേമാരെ, പ്രാർത്ഥിച്ച് ബലത്തോടെ പ്രാർത്ഥിച്ച് ദൈവം നിർത്തത്തില്ലെന്ന് പറഞ്ഞെടുത്ത്, ദൈവം തല നിർത്തത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. ആ കാലുകൾക്ക് ബലം വർദ്ധിക്കട്ടെ, ആ കാലുകൾക്ക് ദൈവം ബലം വർദ്ധിക്കട്ടെ, ആ കാലുകൾക്ക് ദൈവം ബലം വർദ്ധിക്കട്ടെ, ആ ശരീരത്തിന്റെ മേലൊരു ബലം വർദ്ധിക്കട്ടെ, ആ ശരീരങ്ങളുടെ മേലൊരു ബലം വർദ്ധിക്കട്ടെ, ആ കാലുകളുടെ മേലൊരു ബലം വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തളർന്നു പോകാനല്ല, ഒരു ചില പുതിയ ശുശ്രൂഷകളെ ജലരഗധന ശബ്ദരാധന അർധുര ജലരഗടക ശബ്ദരാധന ആരാധാന ജാരാധാല ശബ്ദരഗത ഉടക ജലരഗധന ഘടക സിയാധര വൈഡ മനഘടക ശബ്ദര ദൂര അർത്ഥര ജഗനഘടകസി. എല്ലാവരും കണ്ണുകളെ അടച്ച് ശക്തമായി ദൈവസൈലൊന്ന് പ്രതികരിച്ചു തുടങ്ങി. ചില നീർക്കൊളുത്തുകൾ പൊട്ടട്ടെ, ചില നീർക്കൊളുത്തുകൾ അപ്രത്യക്ഷമാകട്ടെ. ഓ, ആ നാവിന്റെ കെട്ടഴിയട്ടെ. ഇന്നലകളിൽ പരാജയപ്പെടുത്തി, ഇന്നലകളിൽ കണ്ണ് നനപ്പിച്ച്, ഇന്നലകളിൽ സ്വസ്ഥതയില്ലാതെ ഉറങ്ങാൻ കിടന്നിട്ട് പോലും ഉറക്കമില്ലാത്ത, നിന്നെ കരയിപ്പിച്ച പല വിഷയങ്ങളുടെ നടുവില്, നിന്നെ ടെൻഷൻ എടുപ്പിച്ച പല വിഷയത്തിന്റെ നടുവില് ഇന്ന് പകൽ ദൈവം ഒന്ന് പ്രതികരിക്കാൻ പോകുകയാ. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് പാർക്കുന്ന എൻ്റെ ജനത്തെ എനിക്ക് വെറുതെ വിടാൻ മനസ്സില്ല. അവർ വഴിയിൽ വെച്ച് തളര്, ഇവർക്കെന്തെങ്കിലും ഭക്ഷിപ്പാൻ കൊടുപ്പി, എനിക്കവരെ വെറുതെ വിട്ടയപ്പാൻ മനസ്സുമില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് സംസാരിക്കുകയാ, നിങ്ങളെ വെറുതെ വിടാൻ ദൈവത്തിന് മനസ്സില്ല. ഉടയ രഗതൽ ഖമന ഘടക ജലഘടക ശബ്ദലാദന ഉടബദന ഘടക ജല രഗതുനി ശബര ഘടക ജല രഗതന ഘടക ശബ്ദവാദന രഗതുനി ജഗര ഘടക ജല ഘടക ഷാര ഘടകദല ജുടകൽ ഖമന രഗതന ഉടബദരച്ചക ദൂരകരച്ചക ദാലകരച്ചക ധാരകരം ധല വൈഡകരച്ചക ദാലകരട്ടം വൈഡക്കെട്ട അന്തലകച്ചം ദുരബലഘട്ടം ധാരപരച്ചം ദുരബലഘടക ശബ്ദലഘടകം ജൂടകരച്ചം ദുരബലകാര അസ്തുലകച്ചക ധാരകരച്ചക ധൈര്യകരച്ചക ധാരകരം ധല വർദ്ധപരച്ചം വടകത്തൂര ഉടയാരകരം ധലകച്ച താലകരട്ടി ഘടകജലം ധല വൈഡകര ഊടബലം ധല വൈഡകരച്ചം ദുരബലഘടകം ജാലകരച്ചം ദുരബലകെട്ടി അസ്തുലകച്ച ധാലഘാനക രാജക ധാലകരുതേ ഹത്തലകച്ച ധാരകര ഊടബലച്ച ദുരകലഘട്ടം ദുരബലഘടകം ജാലപര ഉടബലഘട്ടം ചുടബലഘട്ടം ധാരപരാശി അന്തകരച്ച ധീരകര ഊടാമാന ശബ്ദലഗേതി ഹസ്തസാര ധീര ഉടബലകച്ചം ദൂരം ജനകം ദാനക രഗജക ദൂരബലം ധല വൈഡകരച്ചക ധീരകൻ ഉടബലഘട്ടം ദൂരപരച്ചക ധാരകരച്ചക ധാരകരട്ടക ധൈരകരഗജക ധാനകരഗജക ദൂരബലത്തല വൈഡബലത്തല ജുഡബത്താനം ജൂഡബലത്തല വൈഡകരച്ചക ദൂരബലത്തല വേദികരച്ചക ദുരബലഘടകം ജൂഡബലത്തല വൈഡവരാധ ഹസ്തലഘട്ടം ജൂഡബലത്തല വൈഡകരത്തം ദൂരബലം തല വൈഡപരാധ വൈഡകരച്ചക ദുരബലഘടക അസ്തുരജാലം ധീരിവിരിഗജക രഗജക രഗജക ദൂരബലഗജക ദൂരബലാധ ഹൂഡാമാന ചൂടാരാധ വൈഡാമാന ചൂടാധാല ഹസ്താരാജ വൈഡത്തേരെ ജഗനാരഗത ദൂരം ദാനം ധേരക നന്ദല വൈഡക നന്ദല വൈഡക രക്ഷക ധീരക ഉടബല ഘടകം ജാനക രഗജക ദൂരബലഗജക വൈഡക രഗത ഹത്തലകാര ശുഡയാരഗദിരി ബിരി 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 ഘടക ജല രഗതന ഘടക ജല ധിബിരി ഘടക ജല ഉടബദല ഘടക ശംദലാദന ഘടക ശതുനി ഘടക സിയാദന
ആ രണ്ട് കരങ്ങളും ഒന്ന് മാറോട് ചേർത്ത് പിടിച്ച് എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ കണ്ണുകളും അടച്ച് ഊടാമാന ശബദുനി രഗദുനി ശകൽഖദാറിയ പരിശുദ്ധനെ 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 ഞങ്ങളോട് നീ സംസാരിക്കണം. ഊടി മീനി ശാരഖേതി രംഭ ബാധുര്യ കച്ചസിയ അടക്കത്തരി ജാനഘട്ടം വധുനീജനം ശതരാധിയാന. ഇന്ന് പകൽ ഇതിനകത്തൊരു ഭയങ്കര സൗഖ്യം നടക്കട്ടെ. ഈ ജനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിലത് ഹാധുനി ശാരഗാധുനി ശബദുനിയാധന ആധുലി ജഗന ദൈവം ചെയ്യേണ്ട സമയം കർത്താവ് ചെയ്യും എന്ന ഉറപ്പ് പ്രാപിച്ച ചിലത് ഈ മീറ്റിങ്ങിനകത്ത് ഇരിപ്പുണ്ടല്ലോ. ഉടബദന ചെറിയ നിയോഗങ്ങൾ അഭിഷിക്തന്മാരിലൂടെ ആ ദൂത് ഉറപ്പിച്ചിട്ട് ഉള്ളിൻ്റെ ഉള്ളറകൾക്കകത്തൊരു തീരുമാനം എടുക്കുവാൻ കഴിയാതെ അതേ ഭാരപ്പെട്ട് നുറുങ്ങിയിരിക്കുന്ന ചിലതിനോട് ഇന്ന് പകൽ ഗൗരവത്തോടെ ദൈവാത്മാവ് ഇടപെടുക. ആമേൻ. എൻ്റെ ജനത്തോട് മുന്നോട്ട് പോകാൻ നീ പറ എന്ന് കൽപ്പിച്ച ദൈവസാന്നിധ്യ ആമേൻ. ചെങ്കടലിൻ്റെ നടുവിൽ സ്റ്റക്കാകാനല്ല, അതിൻ്റെ നടുവിൽ ദൈവം ഒരുക്കുന്ന വഴികളിലൂടെ സ്തോത്രം പാടി അപ്പുറം ചാടിക്കിടക്കുക. ഇന്ന് പകലിൽ ഒരു ദൈവകൃപ ഈ ജനത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വരാ. ഈ കരം നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിൻ്റെ മേൽ ഒന്ന് പ്രാർത്ഥിച്ച് വായുകളെ തുറന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയേ. ഭയങ്കര വിടുതൽ ഇതിനകത്ത് നടക്കുക. ഈ ഹാളിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഒരു ഭയങ്കര ദൈവസാന്നിധ്യം, ഒരു സംരക്ഷണത്തിൻ്റെ ഭിത്തി ദൈവം ഇതിനകത്ത് തുറക്കുക. ഒരു ഭയങ്കര സംരക്ഷണ വലയ. നടന്നു പോകുന്ന പാതയിൽ എങ്ങനെ വീടുന്നു പോലും നിന്റെ ചിന്താമണ്ഡലങ്ങൾക്കകത്ത് പോലും വെളിപ്പെടാതെ എടുത്തടിച്ച് വീഴുന്നത് പോലെ വീഴ്ത്തിക്കളയാൻ കേറി നിൽക്കുന്ന ആധിപത്യത്തിന്റെ കെട്ടുകൾ ഇന്ന് പകലിൽ ദൈവം പൊളിക്കുകയാണ്. വിദൂരങ്ങളിലിരിക്കുന്ന തലമുറകളുടെ മേൽ ഈ ഒരു അഭിഷേകം വ്യാപരിക്കുക. പഠന ജോലിയുമായി ബന്ധപ്പെട്ട് വിദൂരങ്ങളിൽ ഇരിക്കുന്ന PMG ദൈവസഭയുടെ തലമുറകളുടെ മേൽ ഇന്ന് പകലൊരു ഭയങ്കര അഭിഷേകത്തിന്റെ കാറ്റ് വീഴട്ടെ. പടകിനെ നേരെ പോകാൻ, പടകിനെ മുന്നോട്ടും വിടാതെ ഡാനിയേൽ എന്നൊരു പേര് കയറി വരികയാണ്. അടക റഗദന ശഗദന ഉടബദന ജഗനഗദല ഗടക അടക ജന ധുരിഗമന ഗടക സി ഈ 31-നകത്ത് ചില പുതിയ കുടുംബങ്ങള്, ചില സ്നാനത്തിന്റെ ഉറവിടങ്ങള് ദൈവം ഈ സഭയ്ക്കകത്ത്, ദൈവാത്മാവ് ഈ സെൻട്രൽ സഭയ്ക്കകത്ത് ദൈവം തുറക്കപ്പെടാൻ പോകുന്നെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. ചില കൂട്ട സ്നാനങ്ങളുടെ വഴികള് ദൈവം ഇതിനകത്ത് തുറന്നു തരുമെന്ന് ആത്മാവ് സംസാരിക്കുകയാണ്. ഇന്ന് പകൽ രേഖാമൂലം എഴുതി സൈൻ ചെയ്യേണ്ട ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് 7-ാം പക്ക ചിലത് സൈൻ ചെയ്ത് ഉടബദന രഗദന ശഗതിയാന്തര ചില വിഷയത്തിനകത്ത് ചില മറുപടികൾ, ചില തടസ്സപ്പെട്ട് കിടക്കുന്ന യാത്രകൾ ടേക്ക് ഓഫ് ചെയ്ത് പുറപ്പെടുന്നത് പോലെ ചില തടസ്സം നേരിട്ട യാത്രകൾ പുറപ്പെടുന്ന ഒരു അഭിഷിക്തരെ പ്രാർത്ഥിച്ചോ, ദൈവമക്കളെ പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ ദൈവാത്മാവിനോട് ഇടപെടുകയാണ്. ചില യാത്രയുടെ നിയോഗങ്ങള് ഇതിനകത്ത് ദൈവം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും നടക്കാത്തതും കണ്ടിന്യൂവായി പ്രാർത്ഥനകൾ ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു ഒന്നിൽ കൂടുതൽ ദൈവശബ്ദം കേട്ടതുമായ ചില വിഷയങ്ങളിൽ ഈ പകലിൽ ദൈവാത്മാവ് പറയുന്നു, ഗെറ്റ് റെഡി, പുറപ്പെടാൻ നീ തയ്യാറെങ്കിൽ ഞാൻ നിന്നെ പറഞ്ഞയക്കാൻ പോകുകയാ. കേട്ടില്ല. ഒരുങ്ങിക്കൊള്ളുക, പോകാൻ നീ തയ്യാറെങ്കിൽ പറഞ്ഞു വിടാൻ ഞാൻ തയ്യാറാണ്. കേട്ടില്ല. കുഞ്ഞെ, നീ ഒരുങ്ങാൻ തയ്യാറായ
നീ ഒരുങ്ങാൻ തയ്യാറായ നിന്നെ അയക്കാൻ ഞാൻ ശക്തനായ ദൈവം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആ കണ്ണുകളെ അടച്ച്. പിതാവേ, ഈ പകലിൽ ഈ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ പകലിൽ ഞാൻ ശുശ്രൂഷിച്ചു. നീ പറയാത്ത ഒന്നും, നീ പറഞ്ഞ കാര്യങ്ങളെ ഇതിനകത്ത് ഗൗരവത്തോടെ അവതരിപ്പിക്കാൻ നീ കൃപ നൽകി. ഈ ജനം നിൻ്റേതാണ്. ഈ നിമിഷം മുതൽ ആ വിടുതലുകളെ ആത്മനിയോഗത്തോടെ കാണാൻ നീ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കും. ഇന്ന് വൈകിട്ട് സൂര്യ അസ്തമിക്കും മുമ്പ് ഒരു ദൈവപ്രവൃത്തി ആത്മാവിൽ അനുഭവിച്ച് ഞങ്ങൾക്ക് അടുത്ത സെക്ഷനിൽ കയറാൻ നീ ഞങ്ങളുടെ കണ്ണ് തുറക്കും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുവനുമായ യേശുവിങ്കിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങൾക്കെതിരെയുള്ള കാറ്റുകളെ, ഞങ്ങളുടെ പടകിനെ ചുഴറ്റിയടിക്കുന്ന ചുഴലിക്കാറ്റിനെ ഞങ്ങളുടെ കരം പിടിക്കാൻ നിർബന്ധിതനായിരിക്കുന്ന ഒരു ദൈവം, അവൻ ഇന്ന് പകൽ ഞങ്ങളുടെ കരത്തെ മുറുകെ പിടിക്കുന്നതിന് സ്തോത്രം. ഈ ജനം സൗഖ്യമാകട്ടെ, ഈ ജനം സൗഖ്യമാകട്ടെ, ഈ ജനം സൗഖ്യമാകട്ടെ. വിടുതലിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാഹൃദ്യമായി നമ്മോട് സംസാരിച്ചതിനാൽ നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം തന്ന എല്ലാ ആത്മീയ വചനങ്ങൾക്കായും ദൈവത്തിൻ്റെ ആത്മാവിലുള്ള എല്ലാ ഇടപെടലുകൾക്കായും നന്ദിയോടെ കരമുയർത്തി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. ഹല്ലേലൂയ. ധൈര്യം തരുന്ന കർത്താവ്, ഞാനാകുന്നവൻ, ഞാനാകുന്നുവെന്ന് ഉണർത്തിക്കുന്ന കർത്താവ്, നമ്മുടെ ഭയങ്ങളെ മാറ്റുന്ന കർത്താവ്, ചിലതിനെ ശാസിക്കുന്ന കർത്താവ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ചില ഭവനങ്ങളിൽ, ചില വ്യക്തികളിൽ, സഭയിൽ, ദേശത്ത് അത്ഭുതകരമായി വിടുതൽ ദൈവം അയച്ചിരിക്കാൻ നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനെ ഇന്ന് പകൽക്കാലം ശക്തമായി ദൈവം ഉപയോഗിപ്പാനിടയായല്ലോ. ഓരോ ഉള്ളത്തോടും വിവിധ വചനങ്ങളിലൂടെ ആത്മാവ് ശക്തമായി നമ്മോട് സംസാരിച്ചു. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ആ വിടുതൽ എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ സഭയുടെ മേൽ, ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ അവിടുന്ന് പകർന്നതിനാൽ നന്ദിയോടെ സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് നാം എല്ലാവരുമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനെയും വൈകിട്ട് നടക്കുന്ന ശുശ്രൂഷകളെയും ഈ ഉപവാസ പ്രാർത്ഥനയും ഉപവസിക്കുന്ന എല്ലാവരെയും, ഹല്ലേലൂയ, വരും ദിനങ്ങളിലുള്ള എല്ലാ പ്രാർത്ഥനകളെയും വഹിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ നോബൽ എബനേസർ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. സ്തുതിക്കുന്ന പിതാവേ, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കായി അടിയങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അടിയങ്ങളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാനാകുന്നത് കൽപ്പിച്ചവൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ പടകിലുള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. അഭിഷിക്തനെ ഞങ്ങളുടെ മധ്യ അവിടുത്തെ അഭിഷിക്ത ദൂതമായി അയച്ചല്ലോ കർത്താവേ. കേൾപ്പിച്ച വചനം അടിയങ്ങൾക്ക് എല്ലാവർക്കും അവിടുത്തെ പ്രയോജനകരമാക്കി തീർത്ത ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം. കേട്ട വചനം വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ പടകിന് നേരെ അടിക്കുന്ന കാറ്റുകളെ ശാസിക്കുന്നവൻ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാനാകുന്നെന്ന് കൽപ്പിച്ചവൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഹല്ലേലൂയ, സ്തോത്രം. പകൽക്കാലം ഹല്ലേലൂയ ദിവസത്തിൽ കൂടെ കേൾപ്പിച്ച എല്ലാ വാഗ്ദത്ത വചനങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്നുള്ള വിടുതലുകൾ, വ്യക്തിപരമായിട്ടുള്ള വിടുതൽ, സഭയായിട്ടുള്ള വിടുതൽ, ഹല്ലേലൂയ, ദേശത്തിൻ്റെ വിടുതൽ പ്രാപിച്ചെടുപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം. അങ്ങയിൽ കൂടുതൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അഭിഷിക്തനെ ദൈവകൃപയോട് നിർത്തിയല്ലോ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇപ്പം രാത്രികാലമുള്ള സെക്ഷനിൽ ദൈവത്തിൻ്റെ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയായി, കുടുംബമായി, വ്യക്തികളായി എല്ലാവരെയും കർത്താവിനെ കരങ്ങേൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം കിടന്ന എല്ലാ ജീവിതങ്ങൾ, എല്ലാ സൗകര്യ സൗകര്യമാർക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് നടത്തുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ മടക്കയാത്രയിൽ ദൈവ സാന്നിധ്യം കൂടിയിരിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട്
പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളുടെ സഭയെ ഹല്ലേലൂയ ഭരിച്ച് നടത്തുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. ഇരുവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെ കുടുംബമായി വ്യക്തിമായി മാനിച്ച് കുഞ്ഞുങ്ങളായി അവരെ മാനിച്ച് അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഞങ്ങൾ സമാധാനത്തോടെ ഞങ്ങളുടെ ഭവനത്തിൽ മടങ്ങി പോകാൻ ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. രാത്രികാലത്തുള്ള സെഷനിലേക്ക് ദൈവത്തിന്റെ കൃപ വരും. ഒരു കൂട്ടം ജനം കടന്നു വരുവാൻ ദൈവത്തിന്റെ വചനം കേൾപ്പാൻ സഹായിക്കണമേ. ദൈവദാസനെ അഭിഷേകത്തോട് നിർത്തും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വൈകിട്ടും കൃത്യം 7 മണിക്ക് തന്നെ നല്ല മീറ്റിംഗ് ആരംഭിക്കും. കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യ ശുശ്രൂഷയ്ക്കുണ്ടായിരിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.